അരുമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യതര നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ രാജൻ ശാമുവേൽ അവറുകളാണ്. തൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് അരുമ ടി വിയുടെ പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുവാൻ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. തൻ്റെ ബാല്യത്തിൽ നേരിട്ടതായ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും അരുമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. തൻ്റെ മാതാപിതാക്കന്മാരിൽ നിന്നും തനിക്ക് നേരിട്ടതായ ഒത്തിരി തിക്ത അനുഭവങ്ങൾ, പിതാവിൻ്റെ അതിക്രൂരമായ ഇടപെടലുകൾ നിമിത്തം മാതാവ് ഭ്രാന്തിയായി തീരുകയും അതിദാരുണമായ ജീവിതം നയിക്കുവാനും ഇടയായി തീർന്നു. ആ മാതാപിതാക്കന്മാർക്ക് ജനിച്ചു വളർത്തപ്പെട്ട മകനാണ് രാജൻ ശാമുവേൽ. കർത്താവിൻ്റെ ദാസൻ എന്ന് തൻ്റെ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും നമ്മോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. അതുകൊണ്ട് ഈ സാക്ഷ്യം പ്രേക്ഷകരെ നിങ്ങൾ കേട്ടതിന് ശേഷം പരമാവധി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കണം. അതുപോലെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി വിശേഷ പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാം. മറന്നു പോകാതെ ഈ കൂട്ടായ്മകളുമായി സഹകരിക്കുക. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രാജൻ ശാമുവേലിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവമായിട്ട് ഒരുക്കി തന്ന ഈ നല്ല സമയത്തിനായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് അരോമ ടി വിക്കായി സ്തോത്രം. അതിൻ്റെ ചുമതല വഹിച്ച് നേതൃതലത്ത് നിൽക്കുന്ന പ്രിയ കർത്താവിൻ്റെ അഭിഷിക്തൻ പാസ്റ്റർ ദാനിയൽ ജോണിനായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഫാമിലിക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കാണപ്പെടുന്ന നിരവധി ആൾക്കാർക്ക് ആരും അറിയാത്തവരും ആരും കണ്ണിൽ പെടാത്തവര് തന്റെ ദാസന് ദൈവം കൊടുത്ത ദർശനം അനുസരിച്ച് അനവധി ആൾക്കാരെ ഈ ടി വി മുഖത്തൂടെ അനവധി ആൾക്കാർക്ക് ഒരു മാനസാന്തരം കൊണ്ടുവരാൻ തൻ്റെ അഭിഷിക്തന് സ്വർഗത്തിലെ ദൈവം കൊടുത്ത ദർശനം, അതിനായി സ്തോത്രം. എനിക്കും ദൈവനാമത്തിൽ ഇങ്ങനൊരു അവസരത്തെ കർത്താവിന്റെ ദാസൻ ഒരുക്കി തന്ന് പ്രത്യേക അതിന് മുഖാന്തരമായ പ്രിയ കർത്താവ് ക്രിസ്തുനായ പ്രിയ അനീഷ് പോൾ ബിലായി കർത്താവിന്റെ അഭിഷിക്തനാണ് എനിക്കൊരു അവസരത്തെ ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് പറയാൻ ഇടയാക്കിയത്. പിന്നാണ് ശ്രേഷ്ഠദാസനുമായി ഇദ്ദേഹത്തിന് നമ്പർ ഇട്ട് തന്ന് വിളിക്കാനും എന്നെ വിളിക്കാനും ഒക്കെ സംസാരിക്കാനും ഇടയാക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കൊരു അവസരം വന്നായിരുന്നു. പക്ഷെ അന്നേരം വളരെ ഒരു ചെറിയ പ്രയാസത്താൽ ഭാരപ്പെട്ടു. അഭിഷിക്തനോട് വിളിച്ചു പറഞ്ഞു. പിന്നൊരു അവസരം മാറ്റിയതാണ്. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് എൻ്റെ വീട് കേരളത്തിൽ പത്തനംതിട്ട ജില്ല മല്ലപ്പള്ളി താലൂക്ക് ആനിക്കാട് പഞ്ചായത്ത് പുന്നവേലി ഈന്തിങ്ങൽ ഹൗസാണ് എൻ്റെ വീട്. ഇപ്പൊ ഞാൻ ആയിരിക്കുന്നത് ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഈ ദിവസങ്ങളിൽ ഇവിടെ ചെന്നൈ ഭാഗത്തൊക്കെ ആയിരുന്നു. ഇപ്പൊ ഞാൻ ഇവിടെ കുമളിയിലാണ്. അവിടെ നിന്നുകൊണ്ടാണ്. പിന്നെ അവിടുത്തെ കുടുംബങ്ങളും അവിടുത്തെ ദൈവദാസ കുടുംബങ്ങളും ഒക്കെ ഇപ്പൊ ഇന്ന് ഇതിന് സപ്പോർട്ട് ചെയ്ത് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഒരുക്കി തന്നു. നമ്മുടെ വീട്ടിൽ പെട്ടെന്നെല്ലാം നമ്മുടെ വീട്ടിലെ പോലെ തന്നെ അവരെല്ലാം ഒരുക്കി തന്നു. പ്രത്യേകിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും. എൻ്റെ പേര് രാജൻ സൗമ്യൻ എന്നാണ്. എൻ്റെ വയസ്സിപ്പം 57 വയസ്സുണ്ട്. എൻ്റെ വൈഫ് കുഞ്ഞുമോൾ രാജൻ, പിന്നെ മൂത്ത മോൾ ബിൻസി ലിജു അവിടെ ഭർത്താവാണ്. പിന്നെ ഒരു കുഞ്ഞ് ഹെവല്ലി എന്ന് പറയും. അതിൻ്റെ ഇളയ എൻ്റെ മോനാണ് രഞ്ജു രാജൻ എന്ന് പറയും. അതിൻ്റെ ഇളയ എൻ്റെ ഏറ്റവും ഇളയ മോളാണ് ജിൻസി. അവൾ നേഴ്സിംഗ് പഠിക്കുന്നു. മോന് എസിയുടെ വർക്കൊക്കെ കഴിഞ്ഞ് ചെറിയ വർക്കുകളൊക്കെ ചെയ്യുന്നുവെങ്കിലും സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ ആണ് അവരൊക്കെ നിൽക്കുന്നത്. മൂത്ത മോളും ശുശ്രൂഷയിലൊക്കെ ഇങ്ങനെ അതേ തലത്തിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുന്നു. മരുമോനും അങ്ങനെ തന്നെ. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ സാക്ഷ്യത്തിന്റെ തലങ്ങളെ പറ്റി പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെയൊക്കെ ഒരു കാര്യത്തിൽ നിൽക്കുമ്പോൾ ഇപ്പോഴാണ് ശുശ്രൂഷയിലും തലത്തിലും ഒക്കെ മാറിയത് കൊണ്ടാണ് അതിലിപ്പോൾ ഒരു വലിയ സന്തോഷം. ഇപ്പൊ തന്നെ കർത്താവിന്റെ ദർശദാസൻ പാസ്റ്റർ ദാനിയൽ ജോൺ പാസ്റ്റർ തന്നെ അദ്ദേഹമൊക്കെ അറിയപ്പെടുന്ന നല്ല ഒരു ശ്രേഷ്ഠ ഒരു അഭിഷിക്തനാണ്. അവരൊക്കെ ആയിട്ടൊന്ന് മീറ്റ് ചെയ്യുക, ഒന്ന് സംസാരിക്കുക. ഇങ്ങനെ അദ്ദേഹം ഒരുക്കുക. ഇങ്ങനെ അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി, അതായത് നിങ്ങളെപ്പോലെ ഉള്ളവർക്ക് വേണ്ടി, അറിയപ്പെടാത്തവർക്ക് വേണ്ടി ഒരുക്കി തന്ന ദൈവത്തിന്റെ
ദർശനം എന്ന് പറഞ്ഞാൽ ഭയങ്കര. അതായത് അവിശുദ്ധൻ ഇപ്പൊ ഇരിക്കുന്നത് ഗുജറാത്തിന്റെ മണ്ണിൽ, അവിടെ ഇരുന്നുകൊണ്ട് എല്ലാ ഓരോരുത്തരെ തെരഞ്ഞെടുത്ത് അവരെ ആ ഭാഗത്ത് കർത്താവിന്റെ ഒരു കൊടുത്തിരിക്കുന്ന ആ റൂട്ട്, സ്വർഗം കൊടുക്കുന്ന ദർശനം, ഞാൻ അതിനായി സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തെ പറ്റി പറഞ്ഞ, എൻ്റെ ഫാമിലിയെ പറ്റി പറയുമ്പോൾ, എൻ്റെ പിതാവ് മരിച്ചു പോയിട്ട് ഇപ്പോൾ 40 വർഷം അടുത്താകുന്നു. അമ്മ മരിച്ചു പോയിട്ട് ഇപ്പോൾ ഒരു 34 വർഷത്തോളം ആകുന്നു. അതായത് അപ്പൻ്റെ തറവാട് ഏരിയയാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം. പുന്നവേലി, മല്ലപ്പള്ളിയുടെ അനിക്കാട് പഞ്ചായത്ത്, പുന്നവേലി. താമസിക്കുന്ന സ്ഥലത്തിന്റെ പേര് പാട്ടപ്പുരയിടം എന്ന സ്ഥലത്ത്, അവിടാണ്. പക്ഷെ എൻ്റെ ചെറുപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറെ അറിയാവുന്നത് സ്ഥലം കൂടലെ, കുഞ്ഞിലെയുള്ള ഓർമ്മയിൽ എനിക്കറിയാവുന്നത് കൂടലയും ഈ കട്ടപ്പന ഏരിയയിലെ കല്ലാറെന്ന് പറഞ്ഞ സ്ഥലമാണ് എനിക്കറിയാവുന്നത്. എൻ്റെ ജീവിത സാഹചര്യത്തിലേക്ക് നോക്കുമ്പോൾ പിതാവ് ഒരു പ്രത്യേക തലത്തിലെ ഒരു മനുഷ്യനാണ്. പ്രത്യേക തലത്തിലെ മനുഷ്യനെന്ന് പറയുമ്പോൾ യേശുവിനെ ഒന്നും അറിയത്തില്ല, ആ ഒരു തലമല്ല. എല്ലാം അടിച്ച് കീഴ്പ്പെടുത്തുന്ന ആ റൂട്ടിൽ കൂടെ ഉണ്ട്. ഒരു പറയുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കാൻ പറയുമ്പോൾ, മലയാളികളുടെ ഇടയിൽ പറയുമ്പോൾ പഴക്കാളി എന്ന് പറയും. അങ്ങനത്തെ റൂട്ട് പോലുള്ള ഒരു വ്യക്തിയായിരുന്നു. ആരെയും അംഗീകരിക്കാത്തയും ആരോടും എന്തും പറയുകയും എന്തും ചെയ്യുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. അതുപോലെ എൻ്റെ അമ്മ എന്ന് പറഞ്ഞ, അപ്പൻ്റെ പേര് ശൗമേര്, അമ്മയുടെ പേര് ഏലിയാമ്മ. കുഴപ്പമില്ല, നല്ലൊരു അമ്മ, ഒരു പാവം അമ്മ. എല്ലാവർക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും വളരെ ഒരു ഇഷ്ടമുള്ള ഏലിയാമ്മ. നല്ല സന്തോഷം. അതോടൊപ്പം തന്നെ അപ്പൻ ആദ്യം ഒരു വിവാഹം കഴിച്ച വ്യക്തിയാണ്. അതിൻ്റെ വകയിൽ ഒരു 3 ആൺപിള്ളേരുണ്ട്. 3 ആൺപിള്ളേരെന്ന് പറഞ്ഞാൽ ആ ചേട്ടന്മാർ 3 ആണുങ്ങളാണ്. ഞങ്ങള് അതിന്റെ പിന്നാലെ ഞങ്ങളുടെ അമ്മ മരിച്ചു കഴിഞ്ഞാണ് ഞങ്ങളുടെ അമ്മയെ വിവാഹം ചെയ്യുന്നത്. അതിനകത്തെല്ലാം ഒന്നും മറച്ചു വെക്കാതെല്ലാം തുറന്നാ പറയുന്നത്. ആ അമ്മ മരിച്ചു കഴിഞ്ഞാണ് ഞങ്ങളുടെ അമ്മയെ വിവാഹം ചെയ്യുന്നത്. ഞങ്ങള് 5 പേരുണ്ട്. 5 പേരിൽ അതിൽ ഞങ്ങൾ 3 ആണും 2 പെണ്ണും ഉണ്ട്. അവരെയും കൂട്ടി ഞങ്ങൾ പറയുന്നത്, ഞാനിപ്പോൾ അങ്ങനെ പറയുന്നത് ഞങ്ങൾ 5 പേരെന്നും അവർ 3 പേരെന്നും അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ആരും പറയത്തില്ല. ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ 8 പേരെന്നാണ് പറയുന്നത്. അവരും അങ്ങനെ പറയത്തുള്ളൂ. ഞങ്ങൾ 6 ആണും, അതിൽ ചോദിച്ചാൽ 2 പെണ്ണും 6 ആണും അങ്ങനെ പറയത്തുള്ളൂ. ഭയങ്കര ഞങ്ങളുടെ അപ്പന്റെ കാലശേഷമൊക്കെ എന്ന് പറഞ്ഞാൽ ആ ചേട്ടന്മാര് പറഞ്ഞതിനപ്പുറത്ത് ഞങ്ങൾ ആരും നിൽക്കത്തില്ല. അവരൊരു കാര്യം പറഞ്ഞ അപ്പം പറയുന്ന വാക്കാണ്. അവരും അതുപോലെ. ഞാനാണെങ്കിലും അവിടെ ചേർന്ന വീട്ടിൽ മൂത്ത ചേട്ടൻ കട്ടപ്പന താമസിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ ഒരു പാത്രത്തിലെ ആഹാരം കഴിക്കത്തുള്ളൂ. എനിക്ക് വാരി തരും. അങ്ങനെ ആ തലത്തിൽ അത് സ്നേഹം, വലിയൊരു സ്നേഹം. പക്ഷെ അതിനകത്ത് എന്തോ നമ്മൾ ഇന്ന് പറയുമ്പോൾ ഒരു ദൈവസ്നേഹത്തിന്റെ ഇത് പറയും. പക്ഷെ അവരൊന്നും അങ്ങനെ, അവർ നിൽക്കുന്ന ഒരു സീസയുടെ ഭാഗ്യമുണ്ടായിരുന്നു. പക്ഷെ അത് മറ്റു ചേട്ടന്മാര് ചിലര് അത് എങ്ങനെയൊക്കെ നിന്നിട്ട് ബാക്കി ആദ്യത്തെ 2 ചേട്ടന്മാര് അതിനോടൊന്നും വിശ്വാസമില്ല. അങ്ങനെ തന്നെ. എങ്കിലും എൻ്റെ ആദ്യത്തെ അനുഭവത്തിൽ കൂടെ പറയുമ്പോൾ അവരോടൊക്കെ ഭയങ്കര പ്രശ്നമുണ്ടാക്കിയ പിതാവാണ്. അവരെ ഒന്നും അവിടെ നിർത്താതെ അങ്ങനെ വലിയ വിഷയം ഉണ്ടാക്കി. അങ്ങനായി പ്രശ്നമായി. അവരെല്ലാം ഓരോ ഇടങ്ങളിലേക്ക് അവർ വീട്ടിൽ നിന്ന് പോവുകയായിരുന്നു. ഒപ്പൻ്റെ നല്ല ആരോഗ്യകാലം അടിക്കാനും തല്ലാനും പോകുന്ന ഒരു മനുഷ്യൻ, ഈ ഒന്നിനും മടിയില്ലാത്ത ഒരു മനുഷ്യൻ. മക്കളോടും അതുപോലെ ഈ ഒരു യാതൊരു മനുഷ്യത്വമില്ലാത്ത രീതിയിൽ ഇടപെട്ടു. അതൊക്കെ ഭയന്ന് മാറിപ്പോയതാണ് പല സ്ഥലങ്ങളിലേക്ക്. എങ്കിലും പല സമയങ്ങളിലൊക്കെ ഇവിടെ ചെറിയ ചെറിയ ആദായങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ വല്ലപ്പോഴും അതെടുക്കാനൊക്കെ വന്നിങ്ങനെ കുരുമുളകൊക്കെ പറിച്ചോണ്ടൊക്കെ പോകും. അപ്പൊ അതിന് ഞാനും എൻ്റെ മൂത്ത പെങ്ങളും ഒക്കെ സഹായിക്കും അവരെ. അപ്പൻ അറിയാതെ, അപ്പൻ അറിഞ്ഞാലും ചിലപ്പോഴൊന്നും പറയത്തില്ല, എന്നാലും അവരെ ഓടിക്കുകയൊക്കെ ചെയ്യും. ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യും. അച്ഛന്മാരായിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഞങ്ങൾക്ക് പോകാൻ നേരം 2 രൂപ ഒക്കെ തന്നേച്ചു പോകും. അതൊരു സന്തോഷമായതുകൊണ്ട് നമുക്ക് മിഠായി മേടിക്കാൻ പൈസ കിട്ടുമല്ലോ, അങ്ങനെ ഒരു സന്തോഷം. പിന്നെ ഞങ്ങളുടെ അമ്മ ആ കുഞ്ഞുങ്ങളെ അവരെ ഒക്കെ ഞങ്ങളെ പഠിപ്പിച്ചത് നിങ്ങളുടെ മൂത്ത ആൾക്കാരാണ്, അവരാണ് നിങ്ങളെ വളർത്തിയത്. അങ്ങനെ ഞങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുകയും അമ്മയ്ക്ക് അവരോട് ഭയങ്കര സ്നേഹം, അമ്മയോട് അവർക്ക് ഭയങ്കര സ്നേഹം. അങ്ങനെ ഞങ്ങൾ വന്ന് ആ സമയത്ത് ഈ ഉപദ്രവം കണ്ടമാനം അമ്മയെ ഉപദ്രവിക്കും.
കണ്ടമാനം ഉപദ്രവിക്കും. എനിക്ക് ഓർമ്മയായ സമയത്തൊക്കെ എനിക്കിപ്പോഴും ഇന്ന് ഞാൻ ഈ സാക്ഷ്യത്തിന്റെ കാര്യങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ ഈ ഇടയിലെല്ലാം പാർശ്വം ഞാനും പ്രാവശ്യം ഞാനും സംസാരിക്കാൻ തുടങ്ങിയ സമയം തൊട്ട് ഞാൻ ഇതിനെപ്പറ്റി പഴയ ഒത്തിരി കാര്യം ഈ ദിവസങ്ങളിൽ ചിന്തിച്ച് മനസ്സിന് ഒത്തിരി വേദനയൊക്കെ ഇങ്ങനെ ഈ ദിവസങ്ങൾ ഉണ്ടായി. പഴയ കാര്യങ്ങൾ തന്നെ ഞാൻ ചിന്തിച്ച് ഈ ദിവസങ്ങളിൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ പിടിച്ചോണ്ടാക്കിയിരിക്കുകയാണെങ്കിൽ അമ്മ ഞങ്ങളെ തോർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇട്ടാണ് മൃഗീയമായി തല്ലുന്നത്. അപ്പൊ അവിടെ ആൾക്കാരെല്ലാം വന്ന് ചുറ്റും നിൽക്കും. ആരും പിടിച്ചു മാറ്റാൻ വരത്തില്ല. അദ്ദേഹത്തിന്റെ വലിയ കത്തിയൊക്കെ കാണും. അത് കാരണം ആരും വരത്തില്ല. അപ്പം അവിടുന്ന് പിന്നെ അമ്മ എവിടെയെങ്കിലും അടി കൊണ്ട് ഓടി എവിടെയെങ്കിലും അന്നത്തെ രീതിക്ക് അവിടുത്തെ വലിയ കുടുംബങ്ങളൊക്കെ ഉണ്ട് അവിടുത്തെ. അവിടെയൊക്കെ ചെന്ന് കയറും. അവരുടെയൊക്കെ വീട്ടിന്റെ അവിടെ ചിലപ്പോൾ അദ്ദേഹം ചെല്ലത്തുണ്ട്. അവര് പിന്നെ അവിടെ മറച്ചു വെച്ചിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, അങ്ങനെ കുറച്ച് ആണുങ്ങളെല്ലാം കൂടി എന്നെ അമ്മയും കൂടി അമ്മയുടെ വീട്ടിലേക്ക് കുറച്ച് ആൾക്കാർ ഹൈന്ദവരായ കുറെ ആൾക്കാരാണ് എന്നെ എൻ്റെ അമ്മയും കൂടെ ഞങ്ങൾ ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്ന്. അപ്പൊ എന്നെ അമ്മ എടുത്തിരിക്കുക എടുത്തോണ്ട് എന്നാലും കുറച്ചൊക്കെ നടക്കും. എനിക്ക് നല്ല ഓർമ്മ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ നിന്ന് നിൽക്കുമ്പോഴും ഞങ്ങളവിടെ നിന്നൊരു 10 കിലോമീറ്റർ അകലമായി ഇപ്പൊ താമസിക്കുന്ന പുന്നവേലിയുടെ സ്ഥലത്തു നിന്നും കുളത്തുമൂഴിക്കക്കരെ ബായിപ്പൂര് ഒരു 10 കിലോമീറ്റർ അല്ലെങ്കിൽ 12 കിലോമീറ്ററേ ഉള്ളൂ. എങ്കിലും അവിടെ വന്നും അവിടെ ആരും ഇല്ലാത്ത സമയം നോക്കി അവിടെ വന്നും അമ്മയെ ഉപദ്രവിക്കുമായിരുന്നു. ആ ഉപദ്രവത്തിലൊക്കെ എനിക്ക് അന്നേരം അപ്പനോടൊരു പൂർണ്ണമായിട്ടൊരു വലിയ വെറുപ്പ്, ശരിക്കും ഭയങ്കരമായി വെറുപ്പ്, സ്നേഹമില്ലാത്ത ഒരു രീതി പോലെ ഉണ്ടായി. എപ്പോഴും വന്നു കഴിഞ്ഞ് ഒന്നും പറയൊന്നും വേണ്ട, അമ്മയൊന്നും പറയത്തില്ല. ഉടനെ അദ്ദേഹം ഉപദ്രവം തുടങ്ങും. ഭയങ്കരമായ ഉപദ്രവം. തലയൊക്കെ അടിച്ചു പൊട്ടിക്കുക, ശരീരത്തെല്ലാം എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിലാണ് കൈ കൊണ്ട് അടിക്കുക ഇടിക്കുക ഇതെല്ലാം ചെയ്യുക. പിന്നെ വരും അദ്ദേഹം എപ്പോഴും അമ്മ എന്തെങ്കിലും ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വളരെ ഭയപ്പെട്ട വരുന്നത്. വഴി കൂടെ വരത്തില്ല, വളരെ ഒക്കെ വരുന്നത് ഇവിടെ അല്ല, അമ്മയുടെ വീട്ടിൽ വെച്ച്. അങ്ങനെ അദ്ദേഹം സ്ഥിരം അവിടെ വരവായപ്പോഴത്തേക്ക് അമ്മയുടെ 2 ചേട്ടത്തിമാര് ഇവിടെ ഹൈറേഞ്ച് താമസമുണ്ട്. ഒരു ചേട്ടത്തി ഇവിടെ കാഞ്ചിയാറിനപ്പുറം കല്ലാർ താമസമുണ്ട്. പിന്നെ ഒരാൾ മുണ്ടിയരുമ അവിടെ താമസമുണ്ട്. അവിടെ 2 ചേട്ടത്തിമാരുണ്ട്. ആ ഭാഗത്തേക്ക് അമ്മയും എന്നെയും കൂടെ അമ്മാവനും എല്ലാം കൂടെ കൊണ്ടുവിട്ട് അങ്ങോട്ട് അദ്ദേഹം വരത്തില്ല, അതിനു വേണ്ടിയിട്ട് ഉപദ്രവിക്കാൻ വരത്തില്ല, അതിനു വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവിട്ടത്. അവിടെ കൊണ്ടുവിട്ട് ആ സമയത്ത് തന്നെയാണ് അവിടെ ഞങ്ങൾ കുറെ കാലം ഞാൻ അവിടെ താമസിച്ചു. എനിക്ക് ഏറെക്കുറെ നല്ല ഓർമ്മയുടെ സമയമൊക്കെ നല്ല രീതിയിലൊക്കെ ഞാനവിടെ 3-ാം ക്ലാസ് വരെ ഞാനവിടെ പഠിച്ചത്. 3-ാം ക്ലാസ് വരെ മുണ്ടിയരുമ സ്കൂളിൽ ഞാൻ ഓർക്കുന്നുണ്ട് പഠിച്ചത്. ആ സമയത്ത് അവിടുത്തെ മേടച്ചേടത്തിലെ മക്കളൊക്കെ വലിയ ആൾക്കാരാണ്, ചെറിയ ആൾക്കാരായിരിക്കും. പിന്നെ അമ്മ ഇതിലൊക്കെ പോകുമ്പോൾ നോക്കാനൊന്നും ആയിരിക്കില്ല. ആ അവസ്ഥ അങ്ങനത്തെ ഒരു സാഹചര്യമായതുകൊണ്ട് അമ്മ എന്നത്തേക്ക് പെട്ടെന്ന് അമ്മയ്ക്ക് അവിടെ വെച്ച് ഈ ഭ്രാന്ത് പോലായി, ഫുൾ ഭ്രാന്തായി. അവിടെ വെച്ച് ഭഗവാൻ ഒരു ഭ്രാന്തിന്റെ അവസ്ഥ അവിടെ വെച്ചുണ്ടായി. ആ ഒരു അവസ്ഥ അമ്മയ്ക്ക് അവിടെ വെച്ചുണ്ടാകുന്നു. എന്നെ ഒത്തിരി ഉപദ്രവിച്ച അമ്മ. എന്നാലും ഞാൻ ഓടി അമ്മയുടെ അടുക്കിലോട്ട് ചെല്ലും. ഒത്തിരി ഞാൻ അമ്മ എന്നിട്ട് എവിടെയെങ്കിലും മഴയത്തൊക്കെ പോയിരിക്കും, ഞാനും ആ കൂട്ടത്തിൽ പോയിരിക്കും. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഇവിടെ അമ്മയുടെ ചെറുതിയുടെ വീട്ടിൽ അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓരോരുത്തരും ഓരോ സാഹചര്യങ്ങളിൽ ജോലി വഴികൾ നിൽക്കുന്നവരാണ്. ആർക്കും സമയമില്ല, എന്നെ ഒന്നും ശ്രദ്ധിക്കാനൊന്നും സമയമില്ല. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, അവരുടെ സാഹചര്യങ്ങളാണ്. പക്ഷെങ്കിൽ ആ സമയത്ത് അമ്മ ഇങ്ങനെ രാത്രി എങ്ങോട്ടിലേക്ക് ഇറങ്ങിപ്പോകും. ഞാനും അവിടെ എന്തായാലും ഈ കരടിയുടെ ശല്യമുള്ള സ്ഥലമൊക്കെയാണ്. അമ്മ ഇറങ്ങിപ്പോകുമ്പോൾ ഞാനും ആ കൂട്ടത്തിൽ ഇറങ്ങിപ്പോകുമ്പോൾ ഇരുട്ടായിരിക്കും, നല്ല ഇരുട്ടായിരിക്കും, ഭയങ്കര തണുപ്പായിരിക്കും. അവിടെ പോയിരിക്കുമ്പോൾ അമ്മ എന്നാലും എന്നെ ഉപദ്രവിക്കും. ഞാൻ ആ ഉപദ്രവമൊക്കെ അത് കഴിഞ്ഞപ്പോൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന കണ്ടോണ്ട് അവിടുത്തെ അമ്മയുടെ ചേട്ടത്തിയുടെ മക്കൾ തീരുമാനിച്ചു, ഇവനെ എവിടെയെങ്കിലും നമുക്ക് കൊടുക്കാം, എവിടെയെങ്കിലും, ഇവനെ നോക്കാൻ ആരുമില്ലല്ലോ. അപ്പൊ അന്നേരം അവരിങ്ങനെ അന്വേഷിച്ചു പറയും. അന്നേരം അവിടുത്തെ ഒരു 2-3 അച്ഛന്മാരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ എന്നെ കൊണ്ടാക്കി. അപ്പൊ അവിടെ കൊണ്ടാക്കിയപ്പോ എനിക്ക് അന്നേരത്തേക്ക് ഈ ചെറുതായിട്ട് ഓർമ്മയുള്ള സമയം തന്നെ നമ്മൾ എല്ലാത്തിൽ നിന്നും വേർപെട്ടു പോകുന്നു, ഒറ്റപ്പെട്ടു പോകുന്നു. ജീവിതത്തിനകത്ത് അപ്പം കയറി വന്നുള്ള അനുഭവം എന്താണ്? ഇവിടെ വന്നപ്പോൾ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. എങ്കിലും ഒരു നേരമെങ്കിലും
വയറ് നിറച്ച് ഭക്ഷണമൊക്കെ തരും. അതൊക്കെ ഒരു ഓർമ്മ. ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ കൊണ്ടാക്കി ഒരു അച്ഛന്മാരും അമ്മമാരും ഒക്കെ താമസിക്കുന്ന മഠം പോലുള്ള അനാഥാലയം ഒന്നും അല്ലാത്ത കൊണ്ട് തന്നെ ആക്കി. എന്നിട്ട് ആരെങ്കിലും മക്കളില്ലാത്തവരോ പിള്ളേരില്ലാത്തവരോ വരികയാണ് കൊടുത്തേര് എന്നുള്ള രീതിയിലാണ് അവിടെ കൊണ്ടാക്കാൻ കാരണം. അപ്പൊ ഞാൻ അന്നേരത്തേക്ക് എങ്ങനെ ആയിത്തീരും എന്താണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ അതിന്റെ ചെറിയ 1-2 മാസം കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് ഇടയ്ക്ക്, അതായത് ഞാൻ അനുഭവിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുമ്പോൾ ഈ ഭ്രാന്തരെയൊക്കെ കാണുമ്പോൾ ഭ്രാന്തർക്ക് എപ്പോഴും ഫുൾ ടൈം അവർക്ക് ഫുൾ ഭ്രാന്തായിട്ടിരിക്കുകയല്ല. ഒരു ദിവസത്തിൽ 2-3 പ്രാവശ്യമൊക്കെ അവർക്കൊരു നോർമൽ വരും, മാറ്റം വരും. അത് 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ, ചിലപ്പോൾ ഒരു 3 മിനിറ്റ് കൂടെ നിൽക്കത്തില്ല ആ മാറ്റം. പെട്ടെന്ന് വന്നിട്ട് ആ കൺട്രോൾ മാറി പെട്ടെന്ന്. ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്നേച്ച് അത് കണ്ടിട്ടില്ലാത്ത ഒരാൾ വന്നേച്ച് അമ്മേ എലിയാമ്മ എന്നൊന്ന് വിളിക്കുമ്പോ പെട്ടെന്ന്, അല്ലെ ചേർത്തി എന്ന് വിളിക്കുമ്പോ, അല്ലെ കുഞ്ഞലി എന്ന് വിളിക്കുമ്പോ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്ന മറുപടി പറയും. ഒന്ന് പറഞ്ഞേച്ച് പെട്ടെന്ന് കൈവിരലുകൾ കൊണ്ട് നിലത്ത് വരച്ചുകൊണ്ടങ്ങിരിക്കും. അപ്പൊ അങ്ങനെ ഓർമ്മ വന്നപ്പോ അവിടെ എല്ലാം എന്നെ തപ്പി നടന്നു, എന്നെ നോക്കി നടന്നിട്ട് അമ്മയുടെ ചേർത്തിയോട് ഒരു പ്രാവശ്യം ചോദിച്ചു. ആ ചേർത്തിയുടെ പേര് തങ്കയെന്ന്. അവരോട് ചോദിച്ചു, ആ അമ്മയോട് ചോദിച്ചു, എന്ത് ചെയ്യും എന്റെ മോൻ എന്ത് ചെയ്യുന്നു? അപ്പൊ ഇവരിനി കൊന്നതാന്നോർത്ത് അവിടെ കിടന്ന അമ്മ ഭയങ്കര അലർച്ചയും ബഹളമൊക്കെ ഉണ്ട്. എന്നാലും അവിടുന്ന് ഒരാള് ഒരു ചേച്ചി കൂടി അന്നോട് സന്ധ്യയായപ്പോ അവിടെ വന്നേച്ച് അവിടെ വന്ന് പറയുന്ന അച്ഛനോട് പറയുന്നത് ഞാൻ കേട്ടു. അവന്റെ അമ്മ ഭയങ്കര ബഹളം വെച്ചു, അവനെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ എന്നെ കാണണമെന്ന് പറഞ്ഞ അമ്മ അവിടെ വന്നു, എന്നെ കണ്ടു, എന്റെ മുഖത്തൊക്കെ ഒന്ന് തൂത്ത് തലയിൽ കൂടെ കൈയൊക്കെ ഒന്ന് ഓടിച്ചു. എന്നിട്ട് അമ്മ എന്നെ പിടിച്ചോണ്ട് വരിക. ഞാനും അമ്മയും കൂടെ ഏറെക്കുറെ അവിടെ നിന്നൊരു 2 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നു. എന്റെ കയ്യെ പിടിച്ചിരിക്കുക. 2 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നു. അമ്മയുടെ സ്പീഡ് അങ്ങ് പോയി. അന്നേരം എനിക്കറിയാം ശരീരത്ത് അമ്മയുടെ ആ മൈൻഡ് മാറുകയാണ്. പിന്നെ അവിടെ തന്നെ ശരിക്കും വഴിക്കിട്ട് ഉപദ്രവിച്ചു, അടിച്ചു കഴിഞ്ഞിട്ട് അമ്മ അവിടെ കിടന്നു ഭയങ്കര വേഗവും മലമുറ ഇടുകയാണ്. അന്നേരം ഒരു ആനക്കാരൻ ആനയും കൊണ്ട് അതിലേക്ക് വരിക. ആനയും കൊണ്ട് വരുമ്പോ ആനക്കാരൻ ആ ആനയുടെ വടി കൊണ്ട് അമ്മയ്ക്കിട്ട് 3-4-5 അടി. ആനക്കാരന്റെ അടി ആനയൊക്കെ അടിക്കുന്നുള്ള അടിയല്ലേ. ആ അടി ഞാൻ നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ കാലെ കെട്ടിപ്പിടിച്ചു. അച്ഛാ തല്ലല്ലേ എന്നും പറഞ്ഞു. അന്നേരം അദ്ദേഹം കാലിനൊരു കുടച്ചിട്ട് കൊടുത്തു. ഞാൻ തെറിച്ചു പോയി. അദ്ദേഹം ആനയും കൊണ്ട് അങ്ങ് പോയി. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്കും ആ കാര്യം വീട്ടിൽ ഇരുന്ന് എൻ്റെ വൈഫിനോട് ഞാൻ ആ കാര്യം പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് അമ്മ അവിടെ മാറിയ കടല തിന്നാലിരിക്കുക, ഞാനും അവിടെ ഇരിക്കുക. ചില ദിവസങ്ങൾ അവിടെ തന്നെ ഇരുന്നു. അവിടെ ഇരുന്നിട്ട് അന്നേരം മറ്റുള്ളവരൊക്കെ അതിൽ വരുന്നുണ്ട്, അത്യാവശ്യമായി നമ്മളെ ആൾക്കാരെ കാണുന്നുണ്ട്. ആരും പക്ഷെ ശ്രദ്ധിച്ചില്ല. അവിടെ ഇരുന്നു. ഞാൻ പിന്നെ ആ കടയിലൊക്കെ ചെല്ലുന്നു. അവിടെ ചെന്ന് ഇങ്ങനെ കൈ നീട്ടും. ഇന്നിപ്പോ പല വണ്ടിയിൽ കയറുമ്പോളെ, ബസ്സിൽ പോകുമ്പോളെ, ടൗണിൽ കൂടെ പോകുമ്പോളെ ആരെങ്കിലും വന്ന് കൈ നീട്ടിയ ഞാൻ അവരുടെ കയ്യിൽ എന്തെങ്കിലും എടുത്ത് കൊടുക്കും. പെട്ടെന്ന് ഞാൻ അന്നേരം കൈ നീട്ടിയ ഭാഗം എൻ്റെ മനസ്സിൽ വരും. എന്തെങ്കിലും എടുത്തു കൊടുക്കും ഞാൻ. അപ്പോൾ അങ്ങനെ അത് കൊണ്ടുവന്നു അമ്മയ്ക്ക് ഇങ്ങനെ കൊടുക്കുകയും, അന്നേരം പിന്നെ അമ്മയുടെ ചേട്ടത്തി അതിലെ വന്നിട്ട് ഞങ്ങളെ 2 പേരെയും കൂട്ടിക്കൊണ്ട് വനത്തിനപ്പുറത്താണ് അവരുടെ വീട്. അവിടെ കൊണ്ടുപോയി ചെന്നിട്ട് അമ്മയെ പിന്നെ അവിടെ പിടിച്ചു കെട്ടിയിട്ടിട്ട് ഞാനും അവിടെ ഇരിക്കുക. അപ്പൊ ഞാൻ അന്നേരം ഓർത്ത്, നീ ആനക്കാരനെ അടിച്ച അടി എന്റെ മനസ്സിൽ കിടക്കുക, ഇനി ഇനി എന്തൊരു അമ്മയെ ഉപദ്രവിക്കാനാണോ? ഞാൻ പിന്നെ ചെന്ന് അമ്മയുടെ ദേഹത്തെ ചൂടൊക്കെ വെച്ച് കുഴമ്പൊക്കെ എടുത്ത് ദേഹത്ത് പുരട്ടി കാലിലൊക്കെ ഞാനിങ്ങനെ ആ നീര് പോലുള്ളതെല്ലാം ഞാൻ ചൂടൊക്കെ വെള്ളം വെച്ച് ചൂടാക്കി ചൂട് വെച്ച് അതൊക്കെ മാറ്റിയപ്പോൾ അന്നേരം അമ്മേന്റെ കലയിലൊക്കെ ഒന്ന് തൂക്കുന്നൊക്കെ ഉണ്ട് സ്ട്രെസ്മേത്താക്കി. അങ്ങനെ അതെല്ലാം കുറഞ്ഞിട്ട് പിന്നെ അവരുടെ ഇരിപ്പായി. പെട്ടെന്ന് പിന്നെ അത് ഒരു മാറ്റം നല്ലപോലെ മാറിക്കഴിഞ്ഞപ്പം ചേട്ടത്തിയുടെ കൂടുതൽ ഈ പുല്ല് ചെത്തുക എന്നൊരു വണ്ടിയാണ്. അന്ന് പുല്ല് മേഞ്ഞ വീട് അന്ന് ഇവിടെ ആ ഏരിയയിലെല്ലാം ഉള്ളതുകൊണ്ട് അവിടെ ഒരു വലിയൊരു മുതലാളിയുണ്ട്, പച്ചടി മുതലാളി എന്ന് പറയും. പച്ചടി എന്ന സ്ഥലം അവിടുത്തെ ഭയങ്കര 100 കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ അമ്മയും കയറി പുല്ലിയത്ത അവരുടെ ജോലി. അങ്ങനെ അതിനകത്ത് ഞാനും എന്നെപ്പോലെ 2-3 പിള്ളേരുണ്ട്, അമ്മമാരുടെ മക്കളുണ്ട്. ഞങ്ങൾ അന്നേരമൊക്കെ അവിടെ കിണറ്റിന്റെ സൈഡ് ഏറുമാടത്തിലാണ് ഇരിക്കുന്നത്.
അത് അങ്ങനെ. അപ്പൊ അന്നേരത്തേക്ക് ഒരു കുഴപ്പവുമില്ല, ആടിനകത്ത് കുഴപ്പവുമില്ല. പിന്നെ അത് കഴിഞ്ഞ് അതിന്റെ ഒരു 1.5-2 വർഷം കഴിഞ്ഞു. അവിടുന്ന് പിന്നെ ഞങ്ങള് കൂട്ടാറെന്ന് പറഞ്ഞ് മൂത്ത ചേട്ടത്തിയുടെ വീട്ടിൽ വന്നു. അവിടെ നല്ല സൗകര്യമാണ്, ഇഷ്ടംപോലെ ആടും പശുവും നല്ല പൈസയുള്ള ആൾക്കാരാണ്. അന്നേരം നമ്മുടെ ചേട്ടത്തിക്കും അപ്പച്ചനും ഒക്കെ നല്ല സ്നേഹമാണ്. എന്നാലും പിന്നെ നല്ല ജോലിയൊക്കെ അമ്മയോടെ ചെയ്യുന്നു. അങ്ങനെ നിൽക്കുന്നു. അവിടാണ് എന്നെ സ്കൂളിൽ ചേർത്തത്. സ്കൂളിൽ കൊണ്ട് ചേർത്തു. 1-ാം ക്ലാസ് പഠിച്ചു, 2-ാം ക്ലാസ് പഠിച്ചു. 3-ാം ക്ലാസ്സിന്റെ സമയമായപ്പോഴത്തേക്ക് അവിടുന്ന് പിന്നെ ഇഞ്ഞ് നമ്മുടെ അവിടെ വീടോട്ട് വന്നു. അമ്മയുടെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അമ്മ അവിടെ അക്കരെ വായ്പൂരേക്ക് കൊണ്ടുവന്നു. വന്നിട്ട് പിന്നെ അവിടുന്ന് പിന്നെ അപ്പനെയൊക്കെ വിളിച്ച് ആൾക്കാരെല്ലാം സംസാരിച്ച്, ശരിക്കും ഓർക്കുന്ന ആളെല്ലാം വിളിച്ച് സംസാരിച്ചു. അമ്മമാരും കൂട്ടി ഇവിടെ വന്നു. ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. പുന്നവലിലേക്ക് വന്നു. അങ്ങനെ പുന്നവലി വന്നു. ചെറിയ ചില മാസങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അമ്മയ്ക്ക് ഫുൾ ഭ്രാന്തായി. ഫുൾ ഭ്രാന്തെന്ന് പറഞ്ഞാൽ ഫുൾ ഭ്രാന്തായി. പിന്നെ അമ്മയെ പൂർണ്ണമായിട്ട് പിടിച്ച് കെട്ടിയിട്ടിരിക്കുക. കെട്ടൊക്കെ അഴിഞ്ഞ് എന്നാലും അമ്മ ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്യും. എന്നിട്ട് പിന്നെ ഇവിടെ കൊണ്ട് പിന്നെ 1-ാം ക്ലാസ് തൊട്ട് പിന്നെയും ചേർത്തു. ആ സമയത്ത് അതിന്റെ ഒരു കാര്യങ്ങൾ പറയാനോ ഇല്ല, ഞാനൊരു കാര്യം പറഞ്ഞാൽ മറ്റുള്ളവർ ഒന്ന് കേൾക്കാനോ ആ ഒരു തലമല്ലല്ലോ. ഞാൻ ഇത്ര വരെ പഠിച്ചതാ അങ്ങനെ TC മേടിക്കുന്ന ഒരു കാര്യങ്ങളോ അതിനെപ്പറ്റി ഒന്നും ഉള്ളൊരു മൈൻഡോ ആ ഒരു അന്തരീക്ഷമോ അല്ലല്ലോ അന്നത്തെ കാര്യം. അതുകൊണ്ട് ഇവിടെ എന്നെ കൊണ്ട് പിന്നെ 1-ാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്ത്. 1-ാം ക്ലാസ്സിൽ ചേർത്ത് അവിടുന്ന് പിന്നെ അങ്ങോട്ട് പഠിത്തമൊക്കെ തുടങ്ങി. വീട്ടിൽ വരുന്നു. പക്ഷെ അന്നേരമൊക്കെ അമ്മയുടെ മുറ്റത്ത് കെട്ടിയിട്ടിരിക്കുന്നു. ചിലപ്പം കെട്ടഴിഞ്ഞ് മുറ്റത്ത് തന്നെ ഇരിക്കും. അങ്ങനെ മഴയാണെങ്കിൽ മഴയത്ത് തന്നെ ഇരിക്കും. അങ്ങനെ ഫുൾ ആ ഒരു അവസ്ഥയിൽ തന്നെ കടന്നു പോവുകയും. അപ്പം ആ സമയത്തും വീട്ടിലൊരു പ്രാർത്ഥനകളോ കൂട്ടായ്മകളോ അങ്ങനത്തെ അന്തരീക്ഷങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യങ്ങളും. അത് കഴിഞ്ഞ് പിന്നെ അമ്മ അവിടുന്ന് പിന്നെ ഈ കെട്ടഴിഞ്ഞ് അമ്മ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോയി. വീട്ടിൽ നിന്ന് പോയപ്പോൾ ഞാനും എൻ്റെ മൂത്ത പെങ്ങളും കൂടെ തിരക്കി പോയി. ഞങ്ങൾക്കൊരു ഉദ്ദേശമുണ്ട്. അമ്മയുടെ ഒരു അനിയത്തിയുണ്ട് വായ്പൂർ സ്ഥലത്ത്. അവിടെ ആയിരിക്കും പോയത്. ഞങ്ങൾ നേരെ പിന്നെ അങ്ങോട്ട് ഞാനും പെങ്ങളും കൂടെ ചെല്ലുമ്പോൾ അവിടെ മുറ്റത്തിരിപ്പുണ്ട്. അവിടെ പിന്നെ ഇരുന്ന് അവര് പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നവരാണ്. അവിടെ ഇങ്ങനെ അവിടെ വെച്ച് ഇങ്ങനെ പ്രാർത്ഥന ഇങ്ങനെ നല്ല രീതിയിൽ നടക്കാനിടയായി. ശരിക്കും കർത്താവിൽ നല്ല പരിശുദ്ധാത്മാവിൽ ബന്ധക്കോസ് ആരാധനയാണ്. അവരൊക്കെ ആദ്യ ബന്ധക്കോസ് വന്ന ആൾക്കാരാണ്. ആരാധന അതൊക്കെ ഇങ്ങനെ അമ്മയ്ക്ക് വേണ്ടി ഇത്തിരി കൈ തൊട്ടില്ലെങ്കിലും അവർ അമ്മയുടെ അടുക്ക വന്നിങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ചേരെയൊക്കെ പ്രാർത്ഥിച്ചൊക്കെ പാസ്റ്റേഴ്സ് പോയപ്പോൾ അമ്മ ഇങ്ങനെ അനങ്ങാതെ കൈ ഇങ്ങനെ കെട്ടി കുത്തിപ്പിടിച്ചിരുന്നിട്ട് കൈ കെട്ടി ഇങ്ങനെ ഒരിടത്ത് ഇരിക്കാനാണ് ഇടയായി. അപ്പൊ ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരാള് പെങ്ങളെ പിന്നെ വീട്ടിൽ കൊണ്ടുപോയി. എൻ്റെ മൂത്ത പെങ്ങളെ പിന്നെ വീട്ടിൽ കൊണ്ടുപോയി അവിടുന്ന് ഒരാൾ. ഞാൻ പിന്നെ അമ്മയുടെ അടുക്ക തന്നെ ഇരിക്കും. എവിടെയെങ്കിലും പോവുകയാണ് ഞാൻ കൂടെ വേണം. എന്നോട് പറഞ്ഞു നീ ഇവിടെ ഇരിക്കണം എന്ന് പറയും. പിന്നെ അവിടെ അന്നേരം 7 ദിവസം ഉപവാസം നടക്കും. ആ ഉപവാസം നടക്കുമ്പോഴത്തേക്ക് ആ ഉപവാസ പ്രാർത്ഥന അത് കഴിഞ്ഞിട്ട് അവിടെ 21 ദിവസം ഉപവാസ പ്രാർത്ഥന. അതിന്റെ ചില ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവിടെ നമ്മുടെ ആശാരിദേശി അപ്പച്ചനവിടെ നിൽക്കുന്നത്. വന്നിങ്ങനെ ഞാൻ അടുക്കൽ ഇങ്ങനെ നിൽക്കുക. അമ്മയുടെ അടുക്കൽ നിൽക്കുക. എന്നാലും അദ്ദേഹം ചോദിക്കുന്നു ധാരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അമ്മച്ചിയ എന്ന് പറഞ്ഞു. അമ്മച്ചിയല്ലേ. എന്നിട്ട് പ്രാർത്ഥനയൊക്കെ അദ്ദേഹം വർത്താനമൊക്കെ പറഞ്ഞ് ആൾക്കാരോടൊക്കെ ചോദിച്ച് ഇതൊക്കെ വരാം ഇതന്നെ. എന്നിട്ട് അവിടുത്തെ കുഞ്ഞമ്മ പറഞ്ഞത് എൻ്റെ ചേട്ടത്തിയാണ്. ഇതിങ്ങടുത്ത് കല്ലാറായിരുന്നു. എൻ്റെ മൂത്ത ചേട്ടത്തിയുടെ അവിടെ ആയിരുന്നു. അത് ഭയങ്കര വിഷയമായിരുന്നു. അവനെയൊക്കെ വേറെ എടുത്തുകൊണ്ട് ആക്കിയതാണ്. അവിടെയൊക്കെ ചെന്ന് പിന്നെ വിളിച്ചോണ്ട് വന്നു. അല്ല അവർ പറഞ്ഞു ഞാൻ അവിടെ രക്ഷപ്പെട്ടോട്ടെന്ന് ഓർത്ത് എന്നെ വേറെ എടുത്തുകൊണ്ട് കൊടുത്തതാണ്. അവിടുന്ന് എങ്ങനെ രക്ഷപ്പെട്ടു പോയെന്നൊക്കെ പറഞ്ഞു. അവനെ ചെന്ന് വിളിച്ചോണ്ട് വന്നു. ഇപ്പൊ ഞങ്ങൾ പിന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് എന്താ ഇങ്ങനെയൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. ഏതായാലും അദ്ദേഹം പറഞ്ഞു അവൻ നല്ലൊരു കർത്താവിന്റെ വേല ചെയ്യാനുള്ളവനാണ്. അവനെ ദൈവം ഉപയോഗിക്കും. അവൻ മുഖാന്തരമാണ് ആ വീടിനകത്ത് ശരിക്കും അവന് പ്രവൃത്തി വരുന്നത് എന്ന് പറഞ്ഞു. അന്ന് അവിടുത്തെ ആ പ്രാർത്ഥനയിൽ അപ്പച്ചനൊക്കെ ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു. എന്നെയൊക്കെ ചേർത്ത് പിടിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ആ സമയത്തൊരു 15 വയസ്സോളം എനിക്ക് അന്നേരം ഉണ്ട്. അവിടെ വെച്ച് തന്നെ താഴത്തോട്ടിൽ
അത് കുറെ ആൾക്കാരെ സ്നാനപ്പെടുത്തിയ കൂട്ടത്തിൽ എന്നെ സ്നാനപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് അവിടെ കടന്നു വരുന്നത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്, ഇന്നയാളാണ്. ഞാൻ ഇപ്പോഴും ശരിക്കും ഓർക്കുന്നു. നീളം കുറഞ്ഞത് രൂപയിട്ട മനുഷ്യൻ എന്നെ കടന്നു വരുന്നു. ഭാര്യാപുരം അപ്പച്ചനാണ് അവിടെ കടന്നു വരുന്നത്. അദ്ദേഹം വന്നു കയറിയപ്പോഴത്തേക്ക് എന്റെ മുഖത്തോട് നോക്കി, എന്റെ കണ്ണിൽ തീ ഉണ്ടല്ലോടാന്ന് പറഞ്ഞു. എന്നിൽ ഒരു പ്രവചന ശബ്ദമുണ്ട്. ദൈവം നാളേക്ക് നിന്നെ ഉപയോഗിക്കും. സാരമില്ല, പ്രാർത്ഥിച്ചോ നീ. നിനക്ക് ദൈവം തന്ന കാഴ്ച അനുസരിച്ച് പ്രാർത്ഥന തുടങ്ങിക്കൂ. ഒരു വിടുതലും മാറ്റവും എന്നൊക്കെ അത് നിന്നിൽ കൂടി തന്നെയായി. അദ്ദേഹം വന്ന അവിടെ അപ്പച്ചൻ വന്ന പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അമ്മയിലൊരു വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ പിറ്റേ ദിവസം ഞാൻ അമ്മയോട് ചുമ്മാ എന്ന് പറഞ്ഞു, അമ്മേ നമുക്ക് കുളിക്കണ്ടേ അമ്മേ എന്ന് ചോദിച്ച ഉടനെ അമ്മ പറഞ്ഞു, വെള്ളം ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഒരു പെട്ടെന്നൊരു മാറ്റം, ഒരു അവിശുദ്ധ ശബ്ദത്തിന്റെ ശക്തി, അതിന്റെ തരംഗങ്ങൾ ഒരു അന്ധകാരം നിറഞ്ഞ ഒരു വ്യക്തിയിൽ തൊടുവെന്നുള്ള ദൈവത്തിന്റെ ഒരു ഉറപ്പാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് 2 ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞ് പോയപ്പോൾ അതിന്റെ ഒരു മാറ്റം അമ്മയിൽ. അമ്മ കുളിച്ച് നല്ലൊരു ബ്ലൗസ് ഇട്ടു, നല്ലൊരു കൈലി കൊടുത്ത്. ഞാൻ നേരത്തേക്ക് അമ്മയെ തോർത്തൊക്കെ ഇങ്ങനെ നേരിടുന്ന പോലെ ഇട്ടു. അത് കണ്ടപ്പോൾ ഞാൻ അമ്മയെ ഒത്തിരി ഉമ്മയൊക്കെ വെച്ച് എനിക്കൊരു സന്തോഷം, ഒരു മാറ്റത്തിലേക്ക് വരിക. പിന്നെ ചില നാളുകൾത്തേക്ക് മറ്റ് യാതൊരു കുഴപ്പങ്ങളില്ലാതെ ആരെല്ലാം വിളിക്കുമ്പോൾ വർത്താനം പറയുകയും ഇറങ്ങി ചെല്ലുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങി. ഒത്തിരി സന്തോഷം. അപ്പൊ അന്നേരം എന്ത് ചെയ്യുക, അവിടുത്തെ പ്രാർത്ഥനയ്ക്കകത്ത് ശരിക്കും ഞാനും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുവാനും ആദ്യമായിട്ട് എനിക്ക് നല്ല പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കണം, എനിക്ക് അഭിഷേകം പ്രാപിക്കണം, എനിക്ക് ദർശനം പ്രാപിക്കണം. അന്നത്തെ 2-3 ശുശ്രൂഷ മൊത്തം പ്രവചന ശുശ്രൂഷയെ പറ്റിയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനും വിടുതൽ ശുശ്രൂഷയൊക്കെ കണ്ടത്. ആൾക്കാരൊക്കെ തുറച്ചു പോകുന്നതൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഒരു അപ്പച്ചനൊക്കെ ചാവലൊക്കെ വന്നറിയുമ്പോൾ ആൾക്കാരൊക്കെ തുറച്ചു പോകുന്നത്. ഇതെല്ലാം കണ്ട് എന്റെ മനസ്സിനകത്തൊരു അന്നൊരു വിത്ത് വീണു. ഈ ദൈവത്തിന്റെ നാമത്തിന് ഞാൻ എല്ലാവരും എപ്പോഴും ഓർത്ത്, എല്ലാവരും ഇങ്ങനെ ബൈബിളും കൊണ്ട് ഇങ്ങനെ നടക്കുന്ന അതായിരിക്കും സുവിശേഷ വേല, ഇതൊക്കെ അല്ലാതെ ഇങ്ങനെയുള്ള അവിടെ നടന്ന അത്ഭുതങ്ങളൊന്നും അത് കണ്ടപ്പോഴാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായത്. പക്ഷെ പിന്നെ അതിന്റെ കുറെ കാലത്തേക്ക് ജീവിതത്തിൽ പിന്നെ അമ്മയെ പിന്നെ ഭവനത്തിൽ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് പിന്നെ അമ്മയെ പിന്നെ ആ ഒരൊറ്റ ഇരിപ്പ് തന്നെ വീട്ടിലിരിക്കുന്നു. മുറ്റത്തിറങ്ങിയാൽ മുറ്റത്ത് തന്നെ, പിന്നെ വീട്ടിനകത്തിരിക്കുകയാണ് വീട്ടിനകത്ത് തന്നെ. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്ക് കടന്നു വന്നു. ആ സമയത്തേക്ക് തന്നെ ആ ഒരു രോഗത്തിന്റെ പിന്നെ ഇങ്ങനെ ഒരു ആരും വിളിച്ചാൽ സംസാരിക്കുകയൊന്നുമില്ല. ആ ഒരു വേറൊരു മൈൻഡിലേക്ക് ഇങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് അപ്പന്റെ ക്ഷീണാവസ്ഥയും തളർച്ചയുടെ അവസ്ഥയും അങ്ങനെ അവസ്ഥയും പിന്നെ പെട്ടെന്ന് ചില 8-9 മാസം കഴിഞ്ഞു അപ്പൻ മരിക്കുകയൊക്കെ ചെയ്തു. ആ ഒരു മരണത്തിന്റെ അല്പം ചില മാസത്തിന് മുമ്പ് തന്നെ, ചില വർഷത്തിന് പുറകിൽ തന്നെ എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞു. എൻ്റെ വീട്ടിലെ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ നിന്നാണ് ഒരു പെണ്ണ് എൻ്റെ വീട്ടിൽ വന്നത്. അതായത് അപ്പൊ എൻ്റെ വൈഫ് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വീട്ടിൽ ഒത്തിരി, എൻ്റെ വീടായി. വീടിനകത്ത് പ്രാർത്ഥനയും അവിടെ നിന്ന് ആൾക്കാരെല്ലാം, മളിയനാണേലും അമ്മയൊക്കെ നല്ലപോലെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്, ചേച്ചിയൊക്കെ നല്ലപോലെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. അവരെല്ലാം വന്ന് പ്രാർത്ഥന നടത്തുകയും അപ്പനാണേലും അമ്മയ്ക്കാണേലും അതൊക്കെ ഒരു വലിയ ഒത്തിരി മാറ്റത്തിലേക്ക്. അപ്പൊ ഇങ്ങനെ വയ്യാതെ ക്ഷീണാവസ്ഥ പാലൈസിന്റെ അവസ്ഥ ഇരിക്കുകയാണെങ്കിലും എൻ്റെ വൈഫിനോട് വിളിച്ചു ചോദിക്കും, മോളെ എന്നാ അവിടെ നിന്ന് ആൾക്കാർ വരുന്നത്, വരുമ്പോൾ ഒരു പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. അങ്ങനെ വന്നൊരു പ്രാർത്ഥന. അപ്പൊ ഞാൻ അന്തരീക്ഷത്തിൽ അന്നേരം പിന്നെ ആ ആത്മതത്തിലേക്ക് എനിക്ക് പോകാൻ പറ്റാത്തൊരു അന്തരീക്ഷത്തിൽ, വീടിനകത്ത് ബുദ്ധിമുട്ട്, അമ്മയെ ഇടയ്ക്ക് മരുന്ന് മേടിക്കാൻ കൊണ്ടുപോകണം, അപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഇവരുടെ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഒരു അതിന്റെ സമയത്തിന് എൻ്റെ വൈഫ്, എനിക്ക് മൂത്ത കുഞ്ഞായ സമയത്തിന് ഡെലിവറിക്കായി ഭവനത്തിലേക്ക് പോയി. അന്നേരം ആ ഒരു അന്തരീക്ഷമൊക്കെ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കിടക്കുന്നത്. പിന്നെ ആ കുഞ്ഞിനെയും കൊണ്ട് വന്നു. അന്നേരം പുള്ളിക്കാരത്തിന് അപ്പൻ ഇങ്ങനെ ക്ഷീണാവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്ന സമയം വന്നു. അന്ന് അപ്പന്റെ കയ്യിലോട്ട് എൻ്റെ മൂത്ത മോളെ കയ്യിലോട്ട് കൊടുത്തു. അതിന്റെ പിറ്റേ ദിവസമാണ് അപ്പം മരിക്കുന്നു, മരണം. അത് കഴിഞ്ഞ് പിന്നെ നല്ല എൻ്റെ വൈഫിന്റെ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വന്ന് നല്ല പ്രാർത്ഥനകളും അവിടെ നിന്നും പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ഇവിടെ വരികയും പെട്ടെന്ന് എനിക്ക് ദൈവം എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ദൈവീയ കാഴ്ചപ്പാട്, ഞാൻ ഇന്നലത്തേക്ക് ഈ തടിയുടെ പണി ആ തലത്തിലേക്ക് നിൽക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ അടുത്തൊക്കെ ഈ
സായന ക്ലാസ്, ബൈബിൾ ക്ലാസ് നടക്കുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത്. 4-5 കിലോമീറ്റർ അപ്പുറം അടുത്ത്. ഞാനും ഞങ്ങളുടെ അടുത്തുള്ള 1-2 സഹോദരന്മാരും എല്ലാം ആ ക്ലാസ് പഠിക്കാൻ പോകും. ജോലി കഴിഞ്ഞ് വന്നാണെങ്കിലും ആ സമയത്തിന് ഞാൻ അതിനായിട്ട് പോവുകയും രാവിലെ ചെന്നാൽ രാത്രി കോർഡിനേറ്റ് പ്രയോഗം ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ എനിക്ക് അതിൻ്റെ അകത്ത് വേണ്ട കാര്യങ്ങളൊന്നും അറിയത്തൊന്നുമില്ല. വേണ്ട കാര്യങ്ങളൊക്കെ, നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നത് എൻ്റെ വൈഫാണ്. നല്ല രീതിയിൽ എനിക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പ്രാർത്ഥന എങ്ങനെയാണ്, ആരാധന എങ്ങനെയാണ് ഒക്കെ പറഞ്ഞു തരും. അത് കിട്ടിയ വെളിച്ചം അനുസരിച്ച് കണ്ടിന്യൂ ചെയ്ത് പോകാൻ ആ ഒരു അന്തരീക്ഷമല്ലായിരുന്നു വീടിൻ്റെ അകത്തെ സാഹചര്യം. അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പിന്നീട് എങ്കിലും അതിൽ നിന്ന് നമ്മൾ പിടികിട്ടു പോകാതെ ഒത്തിരി നല്ല രീതിയിൽ തന്നെ വരണം. ഏത് രീതിയിൽ വന്നാൽ, അതായത് ഏത് കാര്യങ്ങൾ വന്നാലും അതിനകത്തൊന്നും നമ്മൾ പെട്ടുപോകരുത്. നമുക്കൊരു കുടുംബം, പക്ഷെ ഈ വീടിനകത്തെ അന്തരീക്ഷം, അപ്പൻ്റെ അമ്മയുടെ അന്തരീക്ഷം ഇങ്ങനെ ആയിരുന്നുകൊണ്ട് മറ്റൊരു തരത്തിലേക്ക് നമുക്ക് നിയന്ത്രണം വിട്ടു പോകാൻ ഇടയാക്കാൻ ദൈവം അത് സമ്മതിച്ചില്ല. പിന്നീട് എൻ്റെ വൈഫും എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ, അതായത് ദൈവത്തെ അറിയുന്ന ഒരു പെണ്ണായതുകൊണ്ട് ആ വീട് നല്ല രീതിയിൽ വീടാക്കിയെടുക്കുവാനും മറ്റ് എല്ലാ സഹോദരങ്ങളും വരുമ്പോൾ അവരെ എല്ലാം നല്ല രീതിയിൽ ഒരുമിച്ച് കൊണ്ടുപോകാനും പ്രാർത്ഥിക്കുവാനും, ആ പ്രാർത്ഥന പിന്നീട് എൻ്റെ ജീവിതത്തിൽ പിന്നെ ക്ലാസ് പഠിക്കാൻ പോകുന്നതും ജോലിക്ക് പോകുന്നതും ഇതിൻ്റെ എല്ലാം കാര്യങ്ങളെല്ലാം നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് വരാനിടയായി. 99 ആ സമയങ്ങളിലേക്ക് നല്ല ഒരു പ്രാർത്ഥന അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ കയറി വരേണ്ട ഒരു ചുവടുവെപ്പായി. 2000 ആയപ്പോഴും നല്ല രീതിയിൽ കയറി വന്നു. ഞാൻ എന്നാ ഒരു ഉപവാസത്തിന് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് അതിനൊക്കെ ഒരു മടി കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇനി പ്രാവശ്യം വേണ്ട, അടുത്ത മാസം മതി എന്നൊക്കെ തീരുമാനം എടുക്കുമ്പോൾ ഞാൻ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. വൈകിട്ട് പറഞ്ഞു തരും, അല്ല, നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ മാറ്റിവെക്കാൻ പാടില്ല, അത് നിവർത്തിക്കപ്പെടണം, അത് ചെയ്യണം. അത് ചെയ്യുമ്പോഴാണ് അടുത്ത അനുഗ്രഹത്തിലേക്ക് ദൈവം നമ്മെ എത്തിക്കുന്നത്. അങ്ങനെ ആ ദർശനം. അതുപോലെ തന്നെ വീട്ടിലാണേലും ആ സമയത്ത് കുഞ്ഞിനാണേലും ഒരു രോഗമൊക്കെ വരുമ്പോൾ, അവൾ അടുത്ത് പ്രാർത്ഥനയൊക്കെ നടക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയൊക്കെ എൻ്റെ വൈഫ് പ്രാർത്ഥിക്കാനായിട്ട് വർഷിച്ച് വരുമ്പോൾ അവിടെ ചെല്ലുമ്പം അവിടെ ഉള്ളവർ പറയും, ഇല്ലില്ല, പ്രാർത്ഥിക്കരുത് വർഷ, എന്നുവെച്ചാൽ അവിടുത്തെ വീട്ടിലെ ആ കുഞ്ഞിന്റെ അപ്പന്റെ അമ്മ ഭ്രാന്തായി കിടക്കുക, നമുക്ക് പോരടിക്കും, അതുകൊണ്ട് പ്രാർത്ഥിക്കരുത്. അങ്ങനെ അവരെന്നാലും എന്ത് ചെയ്യും, എൻ്റെ വൈഫിനോട് പറയും, കുഞ്ഞിനെ കൊണ്ട് പോയിക്കോ, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, നിങ്ങൾ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചാൽ. അപ്പം അതൊക്കെ ഞങ്ങൾ ഈ അടുത്ത ദിവസം ഞങ്ങൾ ചെന്ന് പറഞ്ഞു എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയെ കിടക്കുന്ന, എൻ്റെ അമ്മ കിടന്ന പോലെ അവസ്ഥയെ കിടക്കുന്നവരൊക്കെ ചെന്നേച്ച് നിങ്ങൾ പോരടിക്കുമെന്നും പറഞ്ഞ് ഞാൻ ഒരിക്കലും എഴുന്നിട്ടില്ല. എല്ലാവരും ഞാൻ അന്ന് തൊട്ട് ചോദിച്ച ഒരു കാര്യം, കർത്താവെ, എല്ലാവരും തള്ളിയ ഒരു വിഷയം, എല്ലാവരും തള്ളിക്കളഞ്ഞ വിഷയം, ഇതുവരെ ആരും ചെയ്യാത്ത വിഷയം, ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ ആണെങ്കിലും നോർത്ത് ഇന്ത്യയിലാണെങ്കിലും പോയാൽ ചെയ്യുന്നത്. ഈ അടുത്ത ദിവസവും പോയപ്പോൾ ഇത് അങ്ങനെയൊക്കെ തന്നെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം എനിക്കെൻ്റെ വൈഫ് ആ രീതിയിൽ പറഞ്ഞ ഒരു ടീച്ചറാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനും അതുപോലെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നേച്ച് ഞങ്ങൾ രണ്ടും ദൈവത്തിന്റെ വചനം, അമ്മായിമ്മയാണെ വന്നു കഴിഞ്ഞാൽ എന്നെ പിടിച്ചിരുത്തി എപ്പോഴും സുവിശേഷത്തിന്റെ ഒരു മോനെ എങ്ങനെ പോകണം, ഈ തലത്തിൽ പോകണം, അത് വേണ്ട, ഇന്ന വിഷയങ്ങൾ കയറി വരും, ഒരു പ്രവൃത്തി നടന്നു കഴിയുമ്പോൾ അതിൽ കൂടുതൽ നമ്മൾ സന്തോഷിക്കാൻ പാടില്ല, അടുത്ത ഒരു ശോധന വേദന വരും, പിടിച്ചു നിൽക്കണം എന്നൊക്കെ ഒത്തിരി അതൊക്കെ ഒന്നും എനിക്ക് എപ്പോഴും എന്റെ കാതിൽ സംസാരിക്കുന്നത് പോലെ. പിന്നെ ഞാൻ എടുത്ത ഒരു തീരുമാനം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ മാനുഷികമായി ഒരു മനുഷ്യനെ കൊണ്ട് നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല. നമ്മളെ രക്ഷിക്കാൻ കഴിയുന്നെങ്കിൽ യേശുവിനെ കൊണ്ടല്ല ആരെ കൊണ്ടും പറ്റത്തില്ല. നമ്മളെ കൊണ്ട് അതിനകത്ത് നമ്മൾ എവിടെ പോയെന്ന് പറഞ്ഞാലും, ആരുടെ നമ്മുടെ പുറകെ പോയെന്ന് പറഞ്ഞാലും അതുകൊണ്ടൊന്നും നമ്മൾ രക്ഷപ്പെടത്തില്ല. നമ്മൾ തന്നെ ദൈവത്തോടുള്ള ബന്ധത്തിൽ തീരുമാനത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ, അതായത് യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവൻ തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കും. ഇതെന്റെ ഉള്ളിലേക്ക് ദൈവം വചനം ഇടപെട്ടു. റോമാലേഖനം 8:11 എന്നോട് ദൈവം തന്നെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്നെ അത് ഉറപ്പിച്ചതെന്ന് ചോദിച്ചാൽ, നിന്റെ ജീവിതത്തിൽ നിനക്ക് ഇതിനകത്ത് ഉറച്ചു നിൽക്കണം. അതിനു വേണ്ടി ആ സമയമായപ്പോഴത്തേക്ക് എൻ്റെ വൈഫ് രണ്ടാമത്തെ കുഞ്ഞിനെ ഡെലിവറി നടക്കാൻ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയി. ആ സമയത്താണ് കുഞ്ഞിനെ കയ്യിലേക്ക് കിട്ടുന്നത്. തീർത്തും, അതായത് ഒരു ജീവനുള്ള ഒരവസ്ഥയിലല്ല, അകത്തെ കുടലല്ല ഒന്നായിട്ട് പറ്റിയിരിക്കും, പടലിങ്ങനെ തിരിഞ്ഞിരിക്കുന്നു. അവന് നേരെ കമത്തി കടത്തിയാലേ മുഖം കാണത്തുള്ളൂ. അതായത് നടുവിന്റെ അവിടവും കാലിന്റെ അസ്ഥികളും തമ്മിൽ ബന്ധമില്ല. അതേ അവസ്ഥയിലേക്ക് പോയ അന്തരീക്ഷം. അന്നേരം
അവിടെ ഹോസ്പിറ്റലിൽ തന്നെ കൊടുത്തേച്ച് പോകണം. അങ്ങനത്തെ രീതിയിൽ ഒപ്പിട് 1500 1200 രൂപ തന്നേക്കാം എന്നോ അങ്ങനെ ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടായി. അന്നേരം ചേച്ചിയും പറഞ്ഞു, ചേട്ടത്തിയും പറഞ്ഞു, അങ്ങനെ കൊടുത്തേര്, നമ്മൾ ഇതിനെയും കൊണ്ട് എന്തിനു പോകാനാ. പക്ഷേ അന്നേരം എന്നോട് വൈഫിനോട് പറഞ്ഞു, ദൈവത്തോട് തീരുമാനം എടുക്കുകയാണെങ്കിൽ ഉറപ്പായിരിക്കണം, ഉറച്ച തീരുമാനമായിരിക്കണം. ഇടയ്ക്ക് ഇട്ടേച്ച് പോകാനോ കാര്യത്തിനോ ഒന്നുമല്ല. ഉറപ്പായ തീരുമാനമെങ്കിൽ മാത്രമേ ദൈവത്തോട് പറയാമുള്ളൂ. കാരണം എൻ്റെ വൈഫിന്റെ വീടിന്റെ അടുത്ത് ദൈവവേലയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ഒരു ഒരു സഹോദരൻ, ഇന്നിപ്പോ 10-60 വയസ്സ് കാണും, അദ്ദേഹം ഒന്നും ഭ്രാന്തായിട്ട് നടക്കുക. നമ്മൾ കൊടുത്തെങ്കിൽ അത് നിവർത്തിക്കപ്പെടാൻ വേണ്ടി, അതായത് അമ്മ എന്ന സ്ഥാനത്ത് ഞാൻ പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകും, നിങ്ങളും ആ സ്ഥാനത്തുണ്ടെങ്കിലേ ഏൽപ്പിക്കാമുള്ളൂ, അല്ലെങ്കിൽ ആ ഭാഗം വിട്ടേര് ഇവിടെ കൊടുത്തേച്ച് പോയേക്കാം. എനിക്ക് അന്നേരം പെട്ടെന്ന് വേദനയുണ്ടായി. രാംകുഞ്ഞ് വേണം, അത് ദൈവത്തോട് ചോദിച്ചതാണ്. അത് ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ ദൈവനാമത്തെ പൂർണ്ണമായി സമർപ്പിക്കുന്നു, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞു. അതിന്റെ അന്നേരം അവന് ഇങ്ങനെ യൂറിനൊക്കെ പാസ് ചെയ്യാൻ ഇടയായി. അന്നേരം ഡോക്ടർമാർ ശരിയാകത്തില്ല, ഇത് കൊണ്ടുപോയാലും ശരിയാകത്തില്ല, എഴുന്നേറ്റ് നടക്കത്തുമില്ല, ഇത് പോയത് തന്നെയാ, അതുകൊണ്ട് നിങ്ങൾ തന്നേച്ചു പോകും, ഞാൻ അല്പം പൈസ തരാം എന്ന് പറഞ്ഞു. ഇതിൽ ഒപ്പിട്ടാണ്, ഞങ്ങൾ ഒപ്പിടാനൊന്നും പോയില്ല. ഞാൻ ഒപ്പിട്ടാലേ പറ്റത്തുള്ളൂ, പക്ഷെ ഞാൻ ഒപ്പിടത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് വേറൊരു ഡോക്ടറുണ്ട്, അതാരാന്ന് ചോദിച്ചു. അത്രയും യേശു വന്നു. പക്ഷെ അവരെല്ലാം എന്നെ അതേ ഡോക്ടർമാർ എന്നെ കളിയാക്കി, നഷ്ടപ്പെടുത്തി കുഞ്ഞിനെ ഇട്ടേച്ച്. പക്ഷെങ്കിൽ ഞങ്ങൾ കൊണ്ടുവന്നു. അന്നേരം എന്നോട് എൻ്റെ വൈഫ് പറഞ്ഞു, ഉറപ്പായിരിക്കണമേ, തീരുമാനം ഉറപ്പായിരിക്കണമേ, എൻ്റെ കാര്യത്തിൽ ഒരു ദോഷവുമില്ല, ഞാൻ ഉറപ്പായിട്ടുണ്ട്, എനിക്ക് നിങ്ങളുടെ കാര്യത്തിലേ ഉള്ളൂ ഭയം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓക്കെയാണ്. അന്നടുത്തെ ആ തീരുമാനം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഇന്ന് അവനിപ്പം 10-28 വയസ്സാണ്, മിടുക്കനായോ. അവന് സുശേഷതയോട് നല്ല താല്പര്യമുള്ള നല്ലൊരാള്. കുഴപ്പമില്ല, എൻ്റെ കൂടെ മീറ്റിങ്ങിനൊക്കെ വരികയും അങ്ങനെ നല്ല കുഴപ്പമില്ല, നല്ല രീതി. അതാണ് ആ സമയം തൊട്ട് ഉറച്ച ആ തീരുമാനത്തിൽ പൂർണ്ണമായ ശക്തിയോടെ ദൈവസന്നിധിയിൽ ഉപവസിക്കാനും പ്രാർത്ഥിക്കുവാനും വേറൊരു മനുഷ്യനെ നോക്കുന്നില്ല. ആ മനുഷ്യനിലല്ല, ഒരു മനുഷ്യനിലും, ആ മലയിലും ഈ മലയിലുമല്ല ആരാധന എന്ന് പറഞ്ഞതുപോലെ, ഹാലലിയ മരിയാശ്രീ പറഞ്ഞതുപോലെ, സത്യത്തിലും ആത്മാവിലുമാണ് ആരാധന. ആ സത്യത്തിലേക്ക്, ആ ആത്മാവിലേക്ക് മനം തിരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ആകെ കുടുംബത്തിനകത്തെ സ്ഥിതിഗതികൾക്ക് വലിയ മാറ്റം. അങ്ങനെ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. 21 ദിവസം ഉപവാസം, 7 ദിവസം ഉപവാസം, 3 ദിവസം ഉപവാസം, ഇങ്ങനെ ഉപവാസത്തിലേക്ക് അങ്ങോട്ട് നീങ്ങി. ആ കാലഘട്ടത്തിലാണ് എൻ്റെ ഭവനത്തിൽ തന്നെ വലിയ ഒരു ആന്റി കടന്നു വന്നു. ഒരു പ്രാർത്ഥന, തിങ്കളാഴ്ച ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഹാലലിയ ഒരുങ്ങി വന്നു. ആ ഒരു പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ അതിങ്ങനെ തിങ്കളാഴ്ച ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു നടത്തിപ്പ് ജീവിതത്തിൽ അനവധി തലങ്ങളിലേക്ക് പോകാനും പ്രാർത്ഥനയ്ക്ക് പോകാനും, എവിടെ പ്രാർത്ഥനയുണ്ടെങ്കിലും പ്രാർത്ഥനയ്ക്ക് പോകാനും, ഒരു കൺവെൻഷൻ ഉണ്ടെങ്കിലും അതിന് പോകാനും, ഇതെല്ലാം ദൈവശബ്ദം കേൾക്കാൻ വേണ്ടിയുള്ള ആഗ്രഹം, ദൈവം എന്നോട് സംസാരിക്കണം, അതിനുള്ള ഒരാഗ്രഹം. ആ സമയത്ത് ഞങ്ങളുടെ സമയത്ത് തന്നെ ഞാൻ എൻ്റെ ഭവനത്തെ കുടുംബത്തിനുള്ള ബന്ധത്തിൽ നിന്ന് തന്നെ ഞങ്ങളുടെ ഒരു ചേട്ട സഹോദരൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരു കുടുംബമായിട്ട് അവരെല്ലാം വേർതിരിഞ്ഞു. അദ്ദേഹവും കർത്താവിന്റെ വേലയിൽ വന്നു. അവരുടെ കൂട്ടത്തിലും ഞങ്ങളെല്ലാം ഒരുമിച്ചുള്ള പ്രാർത്ഥനയിലും അങ്ങനെ അദ്ദേഹവും വീട്ടിൽ വന്നൊരു പ്രാർത്ഥനയൊക്കെ തുടങ്ങി. ആ പ്രാർത്ഥന പിന്നെ ഇന്നും ഞങ്ങളുടെ വീട്ടിലെ ബുധനാഴ്ചത്തെ പ്രാർത്ഥന എല്ലാ ബുധനാഴ്ചയും നടക്കുന്നുണ്ട്. ആ പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥനകൾ നാം നടക്കുകയും അതുപോലെ തന്നെ അനവധി രോഗത്തിന്റെ അവസ്ഥയിലും ഭയങ്കര അവസ്ഥയിലുമുള്ള ആൾക്കാർ വരികയും ഇന്നും അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു പ്രാർത്ഥനയിലേക്ക് ഉറപ്പായ ഒരു തീരുമാനത്തിലേക്ക് മാറി. ആ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിനകത്ത് ഏത് വിഷയങ്ങൾ കയറി വന്നാലും, ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അമ്മയ്ക്ക് വേണം ഭ്രാന്ത് വരാൻ, എങ്കിലേ ആ ഭ്രാന്തിന്റെ അവസ്ഥ എന്തെന്ന് വേറൊരാൾക്ക് എപ്പോഴും പഴഞ്ചൊല്ലായിട്ട് പറയും. നമ്മുടെ കേരളത്തിലെ ആൾക്കാർ പറയും, വേറൊരാൾക്ക് മറ്റൊരാൾക്ക് ഭ്രാന്ത് വരണം, ഭ്രാന്ത് കാണണേ അല്ല, നമ്മുടെ വീട്ടിൽ നമുക്കുള്ളവർക്ക് വരണം. ഇങ്ങനെ വന്നെങ്കിലേ നമുക്കതിന്റെ ആ കാര്യം എല്ലായിടത്തു നിന്നുമുള്ള തള്ളല്, എല്ലായിടത്തു നിന്നുമുള്ള മാറ്റി നിർത്തല്, ബന്ധങ്ങളിൽ നിന്നുമുള്ള മാറ്റി നിർത്തല്, ആരും സഹകരിക്കാത്ത ഒരു സാഹചര്യങ്ങൾ, ഇതെല്ലാം ഇങ്ങനെയുള്ള അന്തരീക്ഷം. പക്ഷെ ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്തു നല്ല ഒറ്റപ്പെടിയിൽ നിന്നൊക്കെ വന്നെങ്കിലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്കെല്ലാം ആ കാര്യങ്ങളിൽ നിന്നെല്ലാം ഒന്ന് മാറാൻ ഇടയായത് ഞാൻ യേശുവിലേക്ക് യഥാർത്ഥമായിട്ട് ഉറച്ചപ്പോഴാണ്. ആ ഉറപ്പിനകത്ത് എനിക്ക് ആരുമില്ലെങ്കിലും എൻ്റെ കൂടെ യേശുവുണ്ട്. ഒരു വലിയ സന്തോഷം. കുടുംബത്തിനകത്ത് ചിലപ്പം ഒത്തിരി ഭക്ഷണമില്ലാത്ത അനുഭവങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. എങ്കിലും ആ സമയത്തൊക്കെ
സന്ധ്യ ആകുമ്പോൾ 7 മണിയാകുമ്പോൾ ഞാനും എൻ്റെ വൈഫും പാട്ട് പാടി കൈകൊട്ടി ആരാധിച്ച്, കൈകൊട്ടും പ്രാർത്ഥനയൊക്കെ എന്ന് പറഞ്ഞാൽ താഴെ ഒരു 100 മീറ്റർ താഴെ കേൾക്കാം. അങ്ങനെയുള്ള ആരാധന, ആത്മാവിലുള്ള ആരാധന, അന്യഭാഷയിൽ ഇരുന്ന ആരാധന. അത് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി കുളിക്കാനൊക്കെ തോട്ടിലേക്ക് പോകുമ്പോൾ ആൾക്കാർ കളിയാണ്, എന്തുവാ ഇനി മുഴുത്ത വിശ്വാസം 3 മാസമേ കാണത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. അല്ലേ പോട്ടെ 6 മാസം അതിപ്പരം പോകത്തില്ല, നമുക്ക് കാണാമെന്ന്. ഇങ്ങനെ പോയിട്ടുള്ളവരെല്ലാം പിന്മാറിപ്പോയാണ്. അവിടെ ആ ഏരിയയിൽ ഒത്തിരി ദൈവവേലയ്ക്ക് ഇറങ്ങിയവരും ശുശ്രൂഷയിൽ നിന്നവരും ഒക്കെ പിന്മാറിപ്പോയിട്ടുള്ള ആയതുകൊണ്ട് ഒത്തിരി പേര് നല്ല രീതിയിൽ ഒത്തിരി കാലം വേല ചെയ്തിട്ട് പിന്മാറിപ്പോയതിന്റെ ചരിത്രം അവിടെ ഉള്ളത് കൊണ്ട് അന്നേരം എന്നെ അവരെല്ലാം ശ്രദ്ധിച്ചത് മുഴുത്ത വിശ്വാസം 3 മാസം, അങ്ങേയറ്റം പോയി 6 മാസം. അതിനിപ്പുറം രാജൻ നമ്മുടെയൊക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന കാണാം. അങ്ങനെ പറഞ്ഞു. എന്റെ മനസ്സിൽ അതുകൊണ്ട് ഒരിക്കലും അവര് പറഞ്ഞ ആ വാക്കിനും അവര് പറഞ്ഞ വർഷങ്ങൾക്കും അത് പിന്നുള്ള വർഷങ്ങൾക്കും ഒന്നും എന്നെ അങ്ങനെ കിട്ടാൻ പാടില്ല. എന്റെ തലമുറകൾ വരെയും കർത്താവിന്റെ വേല ചെയ്യണം. എന്റെ ദർശനം അതായിരുന്നു. എന്റെ തലക്കുഞ്ഞുങ്ങളും എന്റെ കൂടെ വേല ചെയ്യണം. പക്ഷെ അങ്ങനെയുള്ള വാക്കുകളുടെയും അനവധി ആൾക്കാർ പിന്മാറിപ്പോയ ആ മണ്ണിലും ഞങ്ങളുടെ കുടുംബത്തിനകത്തുനിന്ന് പുറത്തു വന്ന പ്രിയ ഒരു ജ്യേഷ്ഠ സഹോദരനുണ്ട്. അദ്ദേഹമൊക്കെ ഇന്നും സഹോദരങ്ങളൊക്കെ ഇപ്പോഴും ദൈവവേലയുള്ള ബന്ധത്തിൽ തന്നെ നിൽക്കുന്നവരാണ്. ഞങ്ങളൊക്കെ ആ ഒരു ഒത്തിരി ശൂന്യതകളും ബുദ്ധിമുട്ടുകളും ഇടുക്കങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിന്റെ മധ്യത്തിലൊക്കെ ഈ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ സമയത്തും നമുക്ക് ഏത് കാര്യം പറയാനും വിശ്വസിക്കാനും പറ്റുന്നത് നസ്രയനായ യേശുവാണ്. ഈ ഒരു ഉറപ്പ് ജീവിതത്തിനകത്ത് കർത്താവ് നൽകിത്തരാൻ ഇടയാക്കി. ആ നൽകിത്തന്ന ഉറപ്പിൽ ബാല്യമായി ഈ മോനെയൊക്കെ അവിടുന്ന് കൊണ്ടുവന്നു ഞങ്ങൾ പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് തുടങ്ങി. ശരിക്കും അവന്റെ ശരീരത്തിൽ ശരീരത്തിൽ വീണാണ്, മടിയിൽ കിടത്തി കണ്ണുനീര് വീണാണ് ആ കുഞ്ഞിന് സൗഖ്യം യേശു കൊടുത്തത്. ഞങ്ങളുടെ കണ്ണിലെ കണ്ണുനീരാണ് അവന്റെ ശരീരത്തിൽ വീണ്. എൻ്റെ വൈഫിന്റെ കണ്ണിലെ കണ്ണുനീര് കുഞ്ഞിന്റെ ശരീരത്തിൽ വീണു. അങ്ങനെയാണ് അവന് നൽകിയ വിടുതൽ. പക്ഷെ യേശുവിന്റെ നാമത്തിൽ ആ സമയത്ത് ഏതൊരു വിഷയം എത്ര വൈശാശ്യമായി കിടക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കടന്നു എന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശു അവിടെ ഇറങ്ങി വന്ന് സൗഖ്യം കൊടുക്കുന്ന കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. യേശുവാണ് ചെയ്യുന്നത്, എല്ലാം യേശു. നമ്മൾ ആ ഒരു അതിനപ്പുറമായി കിടക്കുന്നതിനും തള്ളപ്പെട്ടതിനെ തെരഞ്ഞെടുക്കുവാനും ആ ദൈവത്തിന്റെ മഹത്വത്തെ ദേശത്തറിയിക്കുവാനും കർത്താവിന്റെ സാക്ഷിയായി നിൽപ്പാനും ആ അന്തരീക്ഷത്തിൽ തന്നെ ആ ടൈമിൽ തന്നെ അമ്മയുടെ മരണങ്ങളും കടന്നു വന്നു. ആ സമയത്ത് ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ അടുത്ത സ്ഥലം പുളിക്കാമല എന്ന സ്ഥലമുണ്ട്, FGC എന്ന് പറഞ്ഞ ചർച്ച്. ആ ചർച്ചുമായി ബന്ധപ്പെട്ടു അവിടാണ് അമ്മയെ അടക്കാനൊക്കെ ഇടയാക്കിയത്. എൻ്റെ വൈഫാണ് അമ്മ എന്നല്ല, സ്വന്തം അമ്മയെ പോലെ എൻ്റെ വൈഫ് നോക്കി. അതായത് ഒരു മരുമോള് ഒരു അമ്മായിയമ്മ എന്നുള്ള തലത്തിലല്ല, സ്വന്തം അമ്മയെ നോക്കുന്ന പോലാണ് പുള്ളിക്കാരത്തി എൻ്റെ അമ്മയെ നോക്കിയത്. അതുപോലെ മൂത്ത ഒരു ജ്യേഷ്ഠനാണെ കടന്നു വന്നൊക്കെ പറഞ്ഞു, നീ ശരിക്കും പറഞ്ഞ ഇവിടെ മരുമോളല്ല, നിന്റെ അനിയത്തിയല്ല, അമ്മയാണ് എന്ന് വെച്ചാൽ അതുപോലാണ് ഇവിടുത്തെ കാര്യത്തിൽ ഒന്നും നോക്കാതെ എല്ലാ കാര്യം ചെയ്യാനുള്ള മനസ്സ്. അന്നേരം നീ യേശുവിനെ വിളിക്കുന്ന ആളല്ലേ, അദ്ദേഹം ബന്ധുക്കുസുകാരനല്ല എങ്കിലും അദ്ദേഹത്തിന്റെ നല്ല വാക്കുകൾ പുള്ളിക്കാരത്തി ഒന്നുകൂടെ പിടിച്ചു നിർത്തി നല്ല രീതിയിൽ ഒരു നല്ല റൂട്ട് എടുത്തിരുന്നത് പോലെ ജീവിതത്തിൽ ഒരു മാറ്റം, അങ്ങനെ ഒരു ആ മാറ്റത്തിലേക്ക് വന്നു. അമ്മയുടെ കാലങ്ങളും കഴിഞ്ഞു. പിന്നെ കുടുംബം, പിന്നെ ഞങ്ങൾ 3 പേരാണ്. പിന്നെ എനിക്ക് കുഞ്ഞുങ്ങള്, മൂത്ത മോള്, രണ്ടാമത്തെ മോൻ, ഇളയ മോള്, അങ്ങനെ 3 പേര്. അങ്ങനെ ഒരുമിച്ച് അവരെ ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂട്ടി ഞങ്ങൾ സന്ധ്യ പ്രാർത്ഥനകളും കൂട്ടായ്മകളൊന്നും മുടക്കാതെ കുഞ്ഞുങ്ങളെ ട്യൂഷന് വിട്ടേച്ച് പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ പോകത്തില്ല. അങ്ങനെ ട്യൂഷൻ ഉണ്ടല്ലോ അങ്ങനെ പോകത്തില്ല, അവരെയും കൊണ്ട് പ്രാർത്ഥനയ്ക്ക് പോകും. അങ്ങനെ അവരൊക്കെ അത് കാരണം ഇന്ന് മൂത്ത മോളൊക്കെ ശുശ്രൂഷയിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുന്നു, നല്ല രീതിയിൽ ശുശ്രൂഷയിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ജീവിതത്തിന്റെ ആ സാഹചര്യങ്ങളിൽ ഒത്തിരി കഷ്ടങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും അവസ്ഥയ്ക്കകത്ത് ഒന്നാമത്തെ അവസ്ഥ യേശുവിനെ അറിയാതെ കിടന്ന അവസ്ഥയിൽ പോയത് ഈ എല്ലാവരുടെ ദേശം വരെയും വന്നു. വീട്ടിൽ നിന്ന് ഈ അമ്മയുടെ അപ്പന്റെ മകൻ എന്നുള്ള സ്ഥാനം ആ തലത്തുനിന്ന് മാറ്റി വേറെ എങ്ങോട്ടേലുമായി എന്നെ ആക്കിക്കൊണ്ട് പോകും. ആ തലത്തിലേക്ക് മാറ്റാൻ അമ്മയുടെ ചെറുത്തിയുടെ മക്കളൊക്കെ അങ്ങനെ മാറ്റി നിർത്തിയ ഒരവസ്ഥ, തള്ളിക്കളഞ്ഞൊരവസ്ഥ. പക്ഷെ അവിടുന്ന് എനിക്ക് കടന്നു വരാൻ തക്കവണ്ണം പിന്നെ ഇടയാക്കി അല്പസമയത്തേക്ക് ഒരു ബ്രാക്കറ്റ് പീരീഡ് അമ്മയ്ക്കൊരു മാറ്റം കൊടുത്തത്, അത് എന്നെ ചേർത്ത് ഇവിടെ കൊണ്ടുവന്നു സ്വന്തം ദേശത്ത് തന്നെ കൊണ്ടുവരാനിടയായി. പിന്നത്തെ ആ അവസ്ഥയിൽ നിന്നും പിന്നെ പ്രാർത്ഥനയിൽ കൂടി വലിയ മാറ്റങ്ങൾ കർത്താവ് ചെയ്തു. അത് കഴിഞ്ഞാണ് നല്ലപോലെ പ്രായമായി അമ്മ
പ്രാർത്ഥിക്കുകയും സാക്ഷി പറയുകയും ഈ തലത്തിലെല്ലാം വന്ന് കഴിഞ്ഞാണ് മരണം നടക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ദൈവത്തിൽ ശരിക്കും അതിൽ നിന്ന് മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ അത് മൂന്നാമത്തെ ഘട്ടം. ആ സമയത്ത് മൂന്നാം ടൈം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ശരിക്കും മറ്റെല്ലാത്തിനെയും വിട്ടിട്ട് യേശുവിങ്കൽ മാത്രം പ്രത്യാശയോടുകൂടി മുന്നേറി പോകാൻ സ്വർഗത്തിലെ ദൈവം നൽകി തന്ന ആ ദൈവത്തിന്റെ യഥാർത്ഥ ദൈവസത്യം, ആ സത്യത്തിലേക്ക് അനവധി ആൾക്കാരെ കൊണ്ടുവരുവാനും അനവധി ആൾക്കാരോട് സുവിശേഷം പറയുവാനും ഞങ്ങളിങ്ങനെ ഒരു സൈഡുകളിൽ ഇങ്ങനെ എനിക്ക് എന്നെ ഈ അരവണ ടി വിയിലേക്ക് ക്ഷണിക്കപ്പെട്ട പ്രിയ അനീഷ് പാസ്റ്റർ ഞങ്ങളെല്ലാം ഒരുമിച്ച് അദ്ദേഹവും നല്ല സാക്ഷി, അദ്ദേഹത്തിന്റെ സാക്ഷി ഞാൻ ഇവിടെ കേട്ടായിരുന്നു, നല്ല സാക്ഷിയുള്ള ആളാണ് അദ്ദേഹവും. ഞങ്ങളെല്ലാം ഒരുമിച്ച് പരസ്യയോഗം, ഞങ്ങളെല്ലാം പരസ്യയോഗം, അതായത് മറ്റേങ്ങോട്ട് ഞങ്ങൾ പോകുന്നില്ല, ആരും ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിനൊന്നും ഞങ്ങളെ വിളിക്കത്തില്ല. പക്ഷെ ഞങ്ങൾ അങ്ങനത്തെ രീതി വന്നിട്ടില്ല. പക്ഷെ ആ സമയത്ത് ഞങ്ങളുടെ പാതയോരങ്ങളിലെ ഞങ്ങളുടെ യോഗങ്ങളും മീറ്റിങ്ങുകളും അവിടെ നിന്ന് വഴി സൈഡിൽ കൂടെ വരുന്നവരോടൊക്കെ ഓരോ ദൂത് പറയാനിടയാകും. അതെല്ലാം അവരുടെ ജീവിതത്തിൽ സംഭവിക്കും. അങ്ങനെയുള്ളവർ പിന്നെ നമ്മളെ തിരക്കി വരാനിടയാകും. അങ്ങനെ ദൈവം സാഹചര്യങ്ങളെ മാറ്റി ദൈവം തലങ്ങളിൽ നിന്നെല്ലാം യഥാർത്ഥമായി കർത്താവിലേക്ക് വരുവാനും അതിൽ നിന്ന് പിന്നെ 21 ദിവസം ഉപവാസം, 40 ദിവസം ഉപവാസം, ആ ഒരു തലത്തിലേക്ക് വരുവാനും ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ഫോണിൽ കൂടെ പരിചയപ്പെട്ട്, അതായത് ഇന്നിപ്പോ പൂനെയിലുള്ള മാത്യു ഡാനിയൽ എന്ന് പറയപ്പെടുന്ന ആ കർത്താവിന്റെ ദാസൻ ജമ്മു കാശ്മീരിലേക്ക് എന്നെ ഇങ്ങനെ മീറ്റിങ്ങിനായിട്ട് വിളിക്കാനിടയായി. അങ്ങനെ ആദ്യമായിട്ട് ജമ്മു കാശ്മീരിലേക്ക് മീറ്റിങ്ങിനായിട്ട് കടന്നു പോകുന്നു. 2 മാസം അവിടെ സുവിശേഷത്തിൽ തലത്തിൽ ഇങ്ങനെ നിൽപ്പാൻ ദൈവം ഭാഗ്യം തന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അനീഷ് പാസ്റ്റർ ബിലായിലാണ് ഛത്തീസ്ഗഡിൽ. അദ്ദേഹത്തിന്റെ അടുക്കൽ എല്ലാ വർഷവും ഇങ്ങനെ കടന്നു പോകും. അവിടെയൊക്കെ ഒത്തിരി സ്ഥലങ്ങൾ ഛത്തീസ്ഗഡിലും ഒറീസയിലും ഇങ്ങനെയൊക്കെ മീറ്റിങ്ങിന് അദ്ദേഹത്തിനൊക്കെ അവിടെ ഒത്തിരി ചർച്ചകളൊക്കെ ഉള്ള ഒരു ദൈവദാസനാണ്. അങ്ങനെയൊക്കെ പോകാനൊക്കെ ഉള്ള അവസരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ മുമ്പൊരു അങ്ങനെ ഒരു ജോലിക്കോ അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി അങ്ങനത്തെ ഭാഗങ്ങളിൽ പോയിട്ടുള്ളത് സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയ്ക്കായി മാത്രമാണ് നോർത്ത് ഇന്ത്യൻ ദേശത്തേക്ക് അനവധി സ്ഥലങ്ങളിലേക്ക് പോകുവാൻ സർവശക്തനായ ദൈവം ഭാഗ്യം തന്നത്. അങ്ങനെ എൻ്റെ നേരെ മൂത്ത സഹോദരി കുടുംബം ഞങ്ങളോടൊപ്പം അമ്മയുടെയൊക്കെ ഇങ്ങനെ ഒരു മാറ്റവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും ഞങ്ങളെല്ലാം ഒരുമിച്ച് മല്ലപ്പള്ളി ഞാൻ എഴുതി തന്ന സജീവം ചർച്ച്, ഞാൻ ആ ചർച്ചിന്റെ മിനിസ്ട്രി ഞാനൊരു പൊതു ശുശ്രൂഷ ചെയ്യുന്നു. എങ്കിലും നല്ലൊരു കൂട്ടായ്മയാണ്, നല്ലൊരു കൂട്ടം ദൈവജനമാണ്. ദൈവദാസന്മാരൊക്കെ നല്ല പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. അതിനകത്തെ ആൾക്കാരെല്ലാം നല്ല പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. ഒരാൾ കടന്നു വന്നാൽ അവർക്കൊക്കെ വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന നല്ലൊരു കൂട്ടം ജനമുണ്ട്. മലപ്പുള്ളിൽ അങ്ങനെ ഒരു കൂട്ടായ്മ വേറെ ഇല്ല. നല്ലപോലെ പ്രാർത്ഥിക്കുന്നു. അതിനകത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞാനും ആ ചർച്ചിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ നല്ലൊരു കൂട്ടം, നല്ല ദേവദാസന്മാരും നല്ല ഞങ്ങളുടെ ചർച്ച എന്ന് പറയുന്ന ഞങ്ങളുടെ കുടുംബമാണ്. ഞങ്ങളുടെ കുടുംബം പോലെ തന്നെയാണ്. അതായത് കമ്മിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിന്റെ പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറത്ത്, അതൊക്കെ എന്നെക്കാളും ഇളയതാണ് എങ്കിലും അതിലൊരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറത്ത് ഞാൻ കിടക്കത്തില്ല. ഞങ്ങളെല്ലാവരും അങ്ങനെ, നമ്മളെ ഉള്ളവരൊക്കെ എന്ന് പറഞ്ഞാലും ആരും അതിനപ്പുറം കിടക്കത്തില്ല. ആ സ്നേഹം ഒരു വീട്ടിലെ പോലെ തന്നെ, ഒരു വീട് എങ്ങനെ പോകും അതുപോലെ ദൈവത്തിന്റെ വാക്കിന് അപ്പുറത്ത് മറികടക്കാം. ദൈവത്തിന്റെ ശബ്ദം ജീവിതത്തിൽ അത് നമ്മുടെ കുടുംബത്തെ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾ ആ വഴികളെ ഏറ്റെടുക്കുവാനും ഇന്ന് ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവിൽ തലമുറകൾക്ക് മുമ്പിൽ തലമുറകളും ഇന്ന് കർത്താവിന്റെ നാമത്തിനായി വന്നുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് എല്ലാവർക്കും കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുവാനും ദൈവനാമത്തെ മഹത്വം കൊടുക്കുവാനും ദേശത്ത് ഇന്ന് ഞങ്ങളുടെ ഭവനത്തിൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് എൻ്റെ 40 ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞത്. എല്ലാ വർഷവും ഇങ്ങനെ ഉപവാസത്തിലിരിക്കാനും പ്രാർത്ഥനയിലിരിക്കുവാനും ദൈവം തന്ന കാഴ്ചപ്പാട്, അനവധി വ്യക്തികളോടും സുവിശേഷം പറയുവാൻ ദൈവം ഒരുക്കി തന്നിരിക്കുന്ന സാഹചര്യം. വീട്ടിൽ നടക്കുന്ന എല്ലാ ബുധനാഴ്ചയും വീട്ടിൽ ഇങ്ങനെ പ്രയർ നടക്കുന്നു. ആ പ്രയർ വീട്ടിൽ നടക്കുന്ന ആ പ്രയർ അതായത് കുറിച്ചുകാർ തന്നെയല്ല വരുന്നത്, കടന്നു വരുന്ന മുക്കാലും മറ്റ് കത്തോലിക്ക, ഓർത്തഡോക്സ്, പിന്നെ ഹൈന്ദവ തലങ്ങളിൽ നിൽക്കുന്നവരൊക്കെ അങ്ങനെ വന്ന് അനവധി ആൾക്കാരും രക്ഷയിലേക്ക് വരാനൊക്കെ വലിയൊരു മുഖാന്തരമാണ്, ഒരു വെളിച്ചമാണ്. ഇരുളിൽ പ്രകാശിക്കുന്നു പറയുന്ന പോലെ ദൈവത്തിന്റെ വചനം അങ്ങനെയുള്ളവരോട് പറഞ്ഞു കൊടുക്കുവാൻ വീട്ടിൽ തന്നെ ഒരു സാഹചര്യം ദൈവം ഒരുക്കി തന്നു. അത് ചർച്ചായിട്ടല്ല, അത് ചർച്ചായിട്ട് വേറെ ചർച്ചായിട്ട് എങ്ങനെ വന്നായിരുന്നു.
ഇതൊക്കെ വേറെ റൂട്ടിലേക്ക് പോയി. എങ്കിലും ദൈവം തന്നിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകം, ആ അഭിഷേകത്തിൽ മുന്നേറി പോകാൻ സർവശക്തനായ ദൈവം ഈ കാലഘട്ടത്തിൽ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ അനവധി ആൾക്കാരെ സത്യത്തിലേക്ക് കൊണ്ടുവരുവാൻ, സത്യത്തിലേക്ക് നടത്താൻ തക്കവണ്ണം വലിയവനായ ദൈവം ഈ കാലഘട്ടം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നു. എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരുക്കി തന്നു. ഈ ദിവസങ്ങളിൽ നമ്മുടെ കേരളമെന്നോ മറ്റ് നോർത്ത് ഇന്ത്യ എന്ന സ്ഥലങ്ങൾ നോക്കാതെ പല സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് കഴിഞ്ഞ 2022 അവസാന സമയത്ത് കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ സൗദി ഈ അബുദാബിയുടെ ദേശത്തേക്ക് ഒരു 2 മാസത്തേക്ക് മീറ്റിങ്ങിന് പോകാൻ ദൈവം നൽകി തന്ന ഒരു അവസരം. ഞാൻ ഈ പറഞ്ഞെന്തെന്ന് ചോദിച്ചാൽ, ഈ സത്യവചനം നമ്മളിലേക്ക് കടന്നു വന്നു, ബൈബിൾ എടുത്തു, അതിൽ കൂടി ഉണ്ടായ മാറ്റങ്ങളാണ് എന്നിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ തലമുറകളിലും എൻ്റെ വൈഫിലും ഞങ്ങളുടെ ഭവനത്തിലും എല്ലാം അനുഗ്രഹമാണെങ്കിലും എന്തുകൊണ്ടത് അതിൽ കൂടി മാത്രമാണ്. അത് ആ ദൈവവചനം നമ്മുടെ ജീവിതത്തിലും, അതായത് നമ്മൾ ഒരു മനുഷ്യനെ നോക്കി നിന്നാൽ അന്ന് എന്തെങ്കിലും പണം കിട്ടും അങ്ങനെയുള്ള കാര്യത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു കാര്യമില്ല. എൻ്റെ കൈ കിട്ടുന്നത് കൊണ്ട് ഈ രോഗത്താലും ഭാരത്താലും എന്തെങ്കിലും വിഷയത്തിൽ കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടി കൊടുക്കുന്ന അങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്തുകൊണ്ടാണ് നമ്മുടെ വേല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് ചോദിച്ചാൽ, നമ്മുടെ അവസ്ഥകളിൽ കൂടെ കടന്നു വന്നുകൊണ്ട് ശൂന്യതയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ കാണുവാനും അവരോട് അവരുടെ അവസ്ഥ മനസ്സിലാക്കാനും നമുക്കൊരു അങ്ങനെ ഒരു അന്തരീക്ഷമുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടിയാണ് ദൈവത്തിന്റെ ആത്മാവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ഒത്തിരി ദൈവനാമത്തിൽ ഒത്തിരി സന്തോഷം. എനിക്കിന്ന് ഞാൻ ഈ കഴിഞ്ഞ അടുത്ത ദിവസവും ഒരാളോട് ഞാൻ ഇങ്ങനെ പറയുണ്ടായി, ഈ നേരത്തെ രീതിയിലായിരുന്നെങ്കിൽ ശരിക്കും ഇന്നിപ്പോ ഭൂമി കാണത്തില്ലായിരുന്നു. യേശുവിന്റെ കടന്നു വരുവാനും ഒക്കെ ഇടയാക്കിയത്. ഞാൻ പറഞ്ഞു വെച്ചാൽ, ഒന്ന് അസദൂസി അപ്പച്ചനെ കണ്ടുമുട്ടിയത്, ആ സ്നാനത്തിന്റെ ആ ഒരു പ്രാർത്ഥനയുടെ വിഷയം. അത് കഴിഞ്ഞ് അവിടെ വെച്ച് തന്നെ ആ മാസത്തിൽ തന്നെ ഭാര്യയുടെ അപ്പച്ചൻ കടന്നു വന്നു, ആ തലയിൽ കൈ വെച്ചുള്ള ഒരു പ്രാർത്ഥന, അന്ന് പറയപ്പെട്ട ഒരു ദൂത്. പ്രതികൂലം കടന്നു വരും, നിനക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും, ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നീ അതിനെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും ധരണം ചെയ്ത് നിന്നാൽ ഒരു ശക്തിക്ക് നിന്നെ മറിക്കാൻ പറ്റത്തില്ല, കാല് പറിക്കാൻ പറ്റത്തില്ല. അതുപോലെ നിനക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റും. ആരെയും നോക്കരുത്, യേശുവിനെ മാത്രമേ നോക്കാവുന്നത്. ഹല്ലേലൂയ. പറഞ്ഞു വെച്ചാൽ, ദൈവത്തോടെടുത്ത ഒരു തീരുമാനം മനുഷ്യനിലല്ല ആശ്രയിക്കേണ്ടത്, യഹോവയെ തന്നെയാണ് ആശ്രയിക്കേണ്ടത്. ഹല്ലേലൂയ. ഒന്നിന്റെയും പുറകെ ഓടാതെ, പണത്തിന്റെയോ മറ്റ് ലോകത്തിൽ കാണുന്ന മറ്റൊന്നിന്റെയും പുറകെ ഓടാതെ യേശുവിന് വേണ്ടി മാത്രം ബല കൊടുത്തു ഉപവാസത്തോടും പ്രാർത്ഥനയോടും സത്യത്തിനു വേണ്ടി വേർതിരിച്ച് നിൽക്കാൻ തക്കവണ്ണം വലിയവനായ ദൈവം ഹല്ലേലൂയ നൽകി തന്ന ദൈവത്തിന്റെ ആ സാന്നിധ്യം. അതായത് സങ്കീർത്തനം 89:20, 21 വചനത്തിൽ പറയുന്നു, ഞാൻ എൻ്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, എൻ്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു, എൻ്റെ കൈ അവനോടുകൂടി സ്ഥിരമായിരിക്കും, എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും, ശത്രു അവനെ തോൽപ്പിക്കത്തില്ല, വഷളൻ അവനെ നിന്ദിക്കത്തുമില്ല. നമുക്ക് നിന്നയില്ലാത്ത ഹല്ലേലൂയ. ആരും നമ്മളോട് എന്തു പറഞ്ഞാലും അതിന്റെ മധ്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും എനിക്കറിയാം, എൻ്റെ അടുക്കലും ചെറിയ ആൾക്കാരൊക്കെ ചിലരൊക്കെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എനിക്ക് എപ്പോഴും വന്ന് പറയുന്നത് ഒരേ ഒരു കാര്യം തന്നെ, അവരുടേതായ കാര്യം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടേതായ കാര്യങ്ങളെല്ലാം അങ്ങനെയുള്ള കാര്യം എഴുതി വെച്ചൊന്ന് വിട്ടേച്ച് നിങ്ങൾ യേശുവിൽ നിന്നും പ്രാപിക്കാൻ വേണ്ടി മാത്രം നിൽക്കുക. എങ്കിൽ അതിനകത്തുനിന്ന് വിടുതൽ കിട്ടുന്നത് നിങ്ങൾ എഴുതിയ വിഷയം എല്ലാം കൂട്ടി നമുക്ക് വിടുതൽ കിട്ടുന്നത്. എപ്പോഴും ദൈവവചനം വീട്ടിൽ തന്നെ പറയുമ്പോൾ ഞാനത് പറയുണ്ടാകും. അതായത് ഒന്ന് ഉറച്ചു നിൽക്കാൻ തക്കവണ്ണം, പ്രാർത്ഥിക്കാൻ തക്കവണ്ണം, ഉപവസിക്കാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ ചേരുവാൻ. മറ്റൊന്നിനുമല്ല നീ അതാകണം, അല്ലെ വലിയ ഒരാളാകണം, അതും എല്ലാം ഇവിടുത്തെ എല്ലാമായിട്ട് ആയിത്തീരണം, അതിൻ്റെ അല്ല. യേശുവിൽ നിന്നും പ്രാപിച്ച് നമ്മൾ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണം. അതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്കൊരു നിത്യതയുണ്ട്. ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുവാനും ആ ഒരു ദർശനത്തോടു കൂടി നിൽക്കാൻ തക്കവണ്ണം വലിയവനായ ദൈവത്തിന്റെ എപ്പോഴും ഞാനൊരു ദിവസം സത്യം പറഞ്ഞാൽ പഴയ കാര്യങ്ങൾ ഓർക്കാതിരിക്കത്തില്ല. അത് രാവിലെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും രാത്രിയാമങ്ങളിൽ കിടക്കാനൊക്കെ കിടക്കാൻ ഒരുങ്ങുന്ന 3:45, 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം, ഇന്നലെയൊക്കെ എന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴയുടെ ദേശത്ത് അവിടെ നിന്നാണ് ഈ വെളുപ്പിൽ രാത്രി വാഹനത്തിൽ യാത്ര ചെയ്ത് ഇവിടെ ഈ കുമളി വന്നത്.
ട്രെയിനിബിളാണ്, ഇവിടുന്ന് ഇനി ചൊവ്വാഴ്ചയെ പോകത്തുള്ളൂ. ഞാൻ പറഞ്ഞ അതൊന്ന് ചോദിച്ചാൽ ഈ ദിവസങ്ങളിലൊക്കെ വലിയവനായ ദൈവത്തിന്റെ ആ ആ ഒരു സംരക്ഷണം, ദൈവത്തിന്റെ കരുതൽ കുടുംബമായിട്ട് അനുഭവിക്കാൻ, മറ്റുള്ളവർക്ക് ആ സത്യ ഉപദേശത്തെ പറഞ്ഞു കൊടുക്കുവാനും, ആ കടന്നു വന്ന വഴി ജീവിത യാത്രയിൽ, അതായത് ഒട്ടുമുക്ക ആൾക്കാരും കടന്നു വന്നിട്ട് ആ ഒരു അനുഭവം ഇല്ലാതെ തീർത്തും തകർന്നു പോകുന്നുണ്ട്. ഇത്ര നാൾ നിന്നിട്ട് എനിക്കൊരു പ്രയോജനമില്ല, ഇത്ര നാൾ നിന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ല എന്നും പറഞ്ഞ് പലരും വഴിമാറി പോകുന്നുണ്ട്. എനിക്ക് അങ്ങനെയൊന്നും ആ ഒരു കാര്യത്തിനകത്തൊന്നും ഒരു താല്പര്യമില്ല. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാൻ പറ്റുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ ധനമെന്ന് പറയുന്നത്. ആ തലത്തിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് നിൽക്കാൻ നമുക്ക് പറ്റുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയതെന്ന്. നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിൽ, അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് സംസാരിച്ച കാര്യം ഇത് തന്നെയാണ്. അമ്മയാപത്തെ കൂടെ കടന്നു പോയതും ഞങ്ങളുടെ കുടുംബം ആ ജീവിതത്തിൽ മൊത്തം തകർന്നു പോയത്. ആദ്യമായി വന്ന സഹോദരങ്ങൾ, ആദ്യമായിട്ടുള്ള മൂത്ത സഹോദരങ്ങളെല്ലാം തകർന്നു പലയിടങ്ങളിലേക്ക് പോയപ്പോൾ പിന്നുള്ളത് എൻ്റെ പോക്ക, ഞാനതിന് പോകാനുള്ള അവിടുന്ന് എന്നുള്ള രീതിയിൽ ആ ഒരു കാഴ്ചപ്പാട് മറ്റുള്ള ഇടത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് സർവശക്തനായ ദൈവത്തെ നാലൊരിയ മുറുകെ പിടിച്ച് അവിടെ തന്നെ നിന്ന് ആ ദേശത്ത് തന്നെ കർത്താവിനെ ഉയർത്താൻ തക്കവണ്ണം, ഞങ്ങളുടെ ദേശത്ത് എല്ലാവർക്കും അറിയാം, ആ ദേശത്ത് അവിടെ ഒരു ബുധനാഴ്ച പ്രാർത്ഥന നടക്കുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. ആര് വന്നാലും വന്നില്ലെങ്കിലും ഒരു കുറഞ്ഞ ഒരു 50 പേരെങ്കിലും വരും, ചിലപ്പോൾ 60-70 പേരൊക്കെ ചിലപ്പോൾ കാണും. ചിലപ്പോൾ നല്ലൊരു കൂട്ടായ്മയൊക്കെ ചില സമയം ഉപാസന സമയത്താണെങ്കിൽ 100-100 പേര് വരും. എന്നാലും ഒന്നും നോക്കാതെ ഭക്ഷണം അങ്ങ് ഉണ്ടാക്കി വെക്കും. വൈകിട്ട് അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യും. ഒരു 19-60 പേർക്ക് കഴിക്കാനുള്ള ആഹാരം. കാരണം ഉച്ചയാകുമ്പോഴത്തേക്ക് പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്ക് 2 മണി അല്ലെങ്കിൽ 2:30 ആകുമ്പോൾ വീട്ടിലത്തെ ചായ കൊടുക്കുന്നത് ശരിയല്ല. കാരണം എന്നും ഈ ഭക്ഷണം കൊടുക്കുന്നത്, എന്നോട് ഒത്തിരി പേര് ചോദിച്ചു എന്താണ് എന്നും ഇങ്ങനെ ഈ ഭക്ഷണം കൊടുക്കുന്നതിന്റെ കാരണം, നിങ്ങൾ അതിന്റെ കാര്യങ്ങൾ എങ്ങനെ അത് നടക്കും? ഞാൻ പറഞ്ഞു, ഞാൻ അമ്മയുടെ ഒക്കെ അവസ്ഥയിലും അപ്പനൊക്കെ കിടക്കുന്ന അവസ്ഥയിലും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒത്തിരി ഭാരപ്പെട്ടിട്ടുണ്ട്, അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ. അതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മൾ ഈ ബുധനാഴ്ച എങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതിനെ പറ്റി ചിന്തിക്കുമെന്ന്, അത് ഓട്ടോമാറ്റിക്കായി ദൈവം അതിന്റെ കാര്യങ്ങളെല്ലാം ഒരുക്കി അത് അനുഗ്രഹമായി നടന്നു. ആദ്യം അവന്റെ രാജ്യവും നീതിയുമാണ്, അതോടുകൂടി സകലതും നമ്മളോട് ചേർന്ന് വരുന്ന ആ ദൈവത്തിന്റെ മുൻപിൽ ഹല്ലേലൂയ അവിടുത്തെ സാക്ഷിയായി നിത്യമായി നിലനിൽപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുക്കി തന്ന ആ വലിയ കൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വം ഇതിനകത്ത് ഈ അതൊന്ന് ടിവിക്കകത്ത്, പ്രത്യേകിച്ച് ഈ കർത്താവിന്റെ ശ്രേഷ്ഠദാസന്റെ മുമ്പിൽ നേരിട്ട് കണ്ടില്ലെങ്കിലും ഫേസ് ചെയ്ത് ഒന്ന് നിൽക്കാനും ഒന്ന് സംസാരിക്കാനും ദൈവം ആ ഒരുക്കി തന്ന വലിയ കൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്നെപ്പോലെ അനവധി ആൾക്കാർ ഇതിനകത്തൂടെ കടന്നു വന്നു സാക്ഷ്യങ്ങളൊക്കെ ഞാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഈ കുടുംബമായിട്ട് ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഓരോരുത്തരുടെ അവരുടെ കടന്നുപോയ വഴികളും ഉണ്ടായ ഭാരങ്ങളും അനുഭവിക്കുന്ന വേദനകളും, എങ്കിലും വേദനകളും യാതനകളും ഇന്നിപ്പോൾ നിരവധി ആൾക്കാർ അഥവാ ഈ സാക്ഷി ശ്രദ്ധിക്കുമ്പോൾ പലരും ചിന്തിക്കും യേശുവിലേക്ക് കടന്നു വന്നു കഴിയുമ്പോഴത്തേക്ക് ആ സമയം തൊട്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഓക്കെയായി, പണത്തിന് പണം, നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യം മാറുന്നു, എല്ലാം മറ്റൊരു റൂട്ടിലേക്ക് മാറിപ്പോകുന്നു സ്വപ്നം കാണുന്ന പോലെ. ഒരിക്കലും അങ്ങനെയല്ല. അതിനകത്തും ഏത് തലങ്ങളിലേക്ക് വന്നാലും കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എങ്കിലും ദൈവത്തിന്റെ വചനം പറയുന്നത് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീനെന്ന്. ആരും നമ്മുടെ യേശു ലോകത്തെ ജയിച്ചവനാണ്. അപ്പൊ ജയിച്ചവനെ നമ്മൾ ആരാധിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ തോക്കത്തില്ല. നമ്മൾ ആ ദർശനം എന്ന് പറയുന്നത് ഹല്ലേലൂയ നമുക്കത് ഹല്ലേലൂയ അത് നമുക്ക് ചെയ്യാനുള്ളതാണ്, ദൈവത്താൽ ചെയ്യാനുള്ളതാണ് ദർശനം. അഭിഷേകം എന്നുള്ളത് കൈമാറാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ദൈവത്തിൽ നിന്നും പ്രാപിച്ചെടുത്ത ആ ദൈവം നമ്മളെ ഹല്ലേലൂയ ഇന്നിപ്പോ നാളെ മറ്റുള്ളവരുടെ മുമ്പിൽ എല്ലാം ഉള്ളവരാ അങ്ങനെ തലത്ത് നിൽക്കുന്നു. പക്ഷെ ദൈവത്തിൽ നിന്നും പ്രാപിച്ചെടുത്തതെല്ലാം ഉള്ളവരായി നമ്മൾ നിൽക്കുമ്പോൾ ദൈവം നമ്മളെ മാനിക്കുവാൻ ഇടയായിത്തീരും. ഇന്ന് പലരും എനിക്കറിയാം, കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ കണ്ടപ്പോൾ, ഞാൻ നേരത്തെ അറിയാവുന്ന ഒരാള്, പക്ഷെ അദ്ദേഹം ഈ കാലത്ത ദിവസം ഞാൻ കണ്ടപ്പോൾ കുറിയൊക്കെ തോട്ട് ഇങ്ങനെ വഴി നിൽക്കും. ഞാൻ ചോദിച്ചു എന്താണ്? ഇത്ര നാളും അതിന് പോയിട്ട് ഒന്നും കിട്ടിയില്ല. ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ നിൽക്കുന്നത് എങ്ങനെയാന്ന്? ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനൊന്നും ഒരിക്കലും ഒരു പ്രതീക്ഷിച്ച് വന്ന് നിൽക്കുന്ന ആളല്ലെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ കൃപകൾ പ്രാപിക്കുക, ദൈവത്തിന് വേണ്ടി നിൽക്കുക. ഇതിനകത്ത് കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ട്, പ്രതിസന്ധികളുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ ഹല്ലേലൂയ ഇരുന്ന് പ്രാർത്ഥിക്കുക, ദൈവത്തോടുള്ള ബന്ധത്തിൽ നല്ല പ്രാർത്ഥിക്കും. ചിലപ്പം അവർക്ക് ചെന്ന് പെടുന്നത് ചിലരുടെ മുമ്പിൽ അവരെ ചേർത്ത് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം.
നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന ആൾക്കാർ ഒരിക്കലും ഹല്ലേലൂയ വഴിമാറി പോകത്തില്ല. അവർക്കും വേണ്ടി നമ്മൾ ചുമൽ കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഒരാൾ വലിയൊരു ചുമടുമായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു പാതി ഭാഗം നമ്മളോട് വഹിക്കുകയാണെങ്കിൽ അവർക്ക് സ്റ്റഡിയായിട്ട് നടന്നു പോകാൻ പറ്റും. ആ ഒരു വേല നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നിനെ നടത്താൻ പറ്റും. നമ്മുടെ ഭാരങ്ങളെ അതും നമുക്ക് കൈമാറാൻ പറ്റും. വേറൊരാളുടെ ഭാരത്തെ വഹിക്കുവാനും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും ദേശത്തിനു വേണ്ടി, ഭാരതത്തിനു വേണ്ടി, ലോകമഹാരാജ്യത്തിനു വേണ്ടിയൊക്കെ ഉള്ള പ്രാർത്ഥന, ഇതൊക്കെ ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക, പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ, ദൈവത്തിന്റെ ശക്തിയാലും ഹല്ലേലൂയ കർത്താവിന്റെ ആ വേല ഈ ദിവസങ്ങളിൽ മഹിമയോടുകൂടി നമ്മളിൽ കൂടെ മുഴങ്ങണം. നമ്മുടെ ഒരു ദേശത്ത് ചെന്നാലും നമ്മൾ കർത്താവിന്റെ സാക്ഷിയായി നാളേക്ക് നിലനിൽപ്പാൻ തക്കവണ്ണം നാം തന്നെയല്ല, നമ്മുടെ അരികെ വരുന്നവരൊക്കെ, നമ്മുടെ കുടുംബത്തിൽ ഉള്ളവരൊക്കെ എല്ലാവരും ഈ സാക്ഷിയായി തീരണം. ആരെങ്കിലും ഇന്ന് ഈ സാക്ഷ്യം കേൾക്കുന്നതിൽ ആരെങ്കിലും ഹല്ലേലൂയ ജീവിതത്തിനകത്ത് മടുത്തുപോയി ഇത്ര കാലഘട്ടവും നിന്നിട്ട് ഒരു പ്രയോജനമില്ലെന്ന് ചിന്തിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ പ്രിയ ദൈവത്തിന്റെ ദാസന്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്ന ഒരു സമയമുണ്ട്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ നീ നിന്ദിക്കപ്പെടുവാൻ ദൈവം ഒരിക്കലും സമ്മതിക്കത്തില്ല. ഞാൻ ഈ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരിക്കലും ഞങ്ങളുടെ ഭവനം ഉയരത്തില്ല. ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ച് പലരും, ഞാൻ വേറൊരു സ്ഥലത്ത്, ഡൽഹിയിലെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഞങ്ങളുടെ കുടുംബത്തെ അറിയാമെന്ന ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ അടുത്താണോ അവിടെ ഒരു ഭ്രാന്ത് പിടിച്ച ഒരു മാതാവ് ഉണ്ടായിരുന്നു, ഒരു മോൻ എപ്പോഴും, ഒരു മകൻ എപ്പോഴും അമ്മയുടെ പുറകെ നടക്കുമായിരുന്നു. അവരുടെ വീട്ടിൽ ഡൽഹി ചെന്നപ്പോഴത്തേക്ക് പ്രയർന്ന് ചെന്നപ്പോൾ അവരെ മോടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വേറെ അവരുടെ പാർസനെ കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ അവരെ അറിയാമോ എന്ന് ചോദിച്ചു. അവരെയൊക്കെ അറിയാം, അവരുടെ ആൾക്കാരെയൊക്കെ അറിയാമോ. അന്നേരത്തേക്ക് ഞാൻ പറഞ്ഞു, ആ അമ്മയുടെ പുറകെ നടന്ന ആളാ ഞാനെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം സത്യം പറഞ്ഞ കരയാനിടയെ. ഞാൻ ഈ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ ദൈവം തരുന്ന മാറ്റമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം അന്നേരം എന്നെ തിരിച്ചറിയാനിടയായി. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ വന്നു, നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ വരുമെന്ന് ഞങ്ങൾ മനസ്സിൽ പോലും ചിന്തിച്ച കാര്യമല്ല. ഞാൻ അതൊക്കെ ഓർക്കുന്നുണ്ട്. ആ ദേശത്ത് അങ്ങനെ ഒരാളുണ്ടായിരുന്നു. അതിലേക്ക് പോകുമ്പോൾ ഭയങ്കര ശബ്ദം കേൾക്കാം, കല്ലൊക്കെ പുലുക്കി എറിയുന്ന കാണും. അങ്ങനെ ആൾക്കാരും കൂടെ അതിലെ പോകത്തില്ല. ആ അന്തരീക്ഷത്തിൽ ആ അമ്മയൊക്കെ കയ്യെ പിടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മോനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ ചോദിച്ചത്, ഞാൻ പറഞ്ഞു അവൻ തന്നെയാ ഇവനെന്ന് പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ആ അവസ്ഥയെ കൂടെ പോയ എന്നെ ഇന്ന് യേശുവിന്റെ ഒരു സാക്ഷിയാക്കി ഇന്ന് അനവധി സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുവാനും ദൈവത്തിനായി നിൽപ്പാനും ദൈവം നൽകി തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ പരിശുദ്ധാത്മാവിന് ഒത്തിരി ജീവിതത്തിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഇത്രയും ശബ്ദം ഈ സമയത്ത്, ഇത്രയും ടൈമുകളിൽ ഇങ്ങനെ സമയത്തായി തീരുവാനും ദൈവത്തിന്റെ സാക്ഷ്യത്തെ ഹല്ലേലൂയ അത് അറിയിക്കുവാനും തക്കവണ്ണം വലിയവനായ ദൈവം ഇങ്ങനെ ഒരു ടൈം ഒരുക്കി തന്നതും അതുപോലെ തന്നെ TV, അതുപോലെ തന്നെ ഈ അഭിഷിക്തരും അതിന്റെ പിന്നിൽ നമുക്ക് വേണ്ടി എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരുക്കത്തിൽ അതിനുവേണ്ടി ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടും അതിന്റെ ബാഗിൽ നിൽക്കുന്നവർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതൊക്കെ സഹിച്ച് ആ ഒരു കാര്യം ചെയ്യുവാൻ മറ്റുള്ള ഉള്ളവരുടെ ഇടയിലേക്ക് എത്തിച്ച് ഒരു വ്യക്തിക്കെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണം, അതിനു വേണ്ടിയുള്ള ശ്രമം, അതാണ് അതിനകത്ത് ദർശനം എന്ന് പറയുന്നത്. അതിച്ചിരി ഒരാൾ ചേർത്ത് കൊണ്ടുപോവുക, അങ്ങനെയുള്ള കാര്യം ഒരുക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. സാധാരണ നമ്മുടെ ഇടയിലെ 4 പേരുടെ ഒരു 2-3 കിലോമീറ്റർ ഇടയിലെ ചർച്ച ഉണ്ടെങ്കിൽ അതിനകത്ത് ആരാധനയ്ക്ക് വന്ന് പാസ്റ്റേഴ്സ് വന്ന് വിളിക്കും, അത് കണ്ടില്ലേ വിളിച്ചോണ്ട് പോകും. ഇതല്ല, ഓരോ സ്റ്റേറ്റുകളിൽ ഇരുന്നുകൊണ്ടാണ് അത് കണക്ട് ചെയ്ത് അതിലെല്ലാം ഉപരി പ്രാർത്ഥനയാണ് ഇതിന്റെ പിന്നിലെ ഏറ്റവും വലിയ മെയിൻ ഘടകം. ആ പ്രാർത്ഥനയാണ് ഈ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഇപ്പം കഴിയുമ്പോൾ എല്ലാ ഇടങ്ങളിലേക്ക് ഇത് എത്തിച്ചേരുന്നതിന്റെ കാരണം, അതുകൊണ്ട് ഇത് മുഖാന്തരം പലരും ഇതിനകത്ത് എത്തിച്ചേരും. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഞാൻ പറയുന്നു, പ്രവചന ആത്മാവിൽ പറയുന്നു, ഇതിനകത്ത് നമ്മൾ വിചാരിക്കപ്പെടാത്ത വലിയ വ്യക്തികൾ സാക്ഷ്യത്തിനായി വരും. കാരണം നമുക്ക് ചിന്തിക്കപ്പെടാൻ പറ്റാത്തത്. ഇന്ന് ശേഷദാസനൊക്കെ ഇരിക്കുന്ന സ്ഥലമൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ സുവിശേഷത്തിന് അനുകൂലമല്ല. പക്ഷെങ്കിൽ ഇന്ന് അനുകൂലമല്ലാത്ത ഏതൊരു വ്യക്തി ഇത് ശ്രദ്ധിക്കുന്നെങ്കിൽ, വെലുവിളിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് ആരെയും ഒന്നും പിടിച്ചടക്കി ആരെയും നിർബന്ധിച്ചുള്ള കാര്യങ്ങളല്ല. ഞങ്ങളിലേക്കും യേശു വന്നത് ആരെയും പിടിച്ചടക്കി കൊണ്ടുവന്നതല്ല, ആരെയും നിർബന്ധിക്കുന്ന കാര്യമേ അല്ല. ഞങ്ങളിൽ വന്ന ആ
കഷ്ടം, ഞങ്ങൾ അനുഭവിച്ച ആ വേദന ഇന്ന് ദൈവത്തെ വിളിക്കാത്തവരും ഇതിനെ വിശേഷ കാര്യത്തെ നിന്ദിച്ചു പറയുന്നവരും ആണെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ വാക്കൊന്ന് കേട്ടാൽ മതി. ഞങ്ങൾ കടന്ന അന്തരീക്ഷം, ആ അന്തരീക്ഷത്തിൽ നിന്നും ആ കടന്ന ആ മതന്റെ ഭ്രാന്തിനകത്ത് നിന്നും ഇത്തറ്റം വരെ വന്നതും ഇന്ന് ഈ കാര്യം പറയുന്നതും ദൈവം ഞങ്ങളെ കൊണ്ടുവന്നത് കൊണ്ടാണ്. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ ഇത് തന്നെയാണ് ഞങ്ങൾ ലോകത്തോട് പറയുന്ന സുവിശേഷവും. ഇത് തന്നെയാണ്, ആരെയും നിർബന്ധിക്കുന്നതല്ല. സകലർക്കും വേണ്ടി ഞങ്ങളെ കുറ്റം പറയുന്നവരുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഒരു യേശുക്രിസ്തു ഒരു വാക്കായിരിക്കും, അത് കേൾക്കുമ്പോഴത്തേക്കും അവരുടെയാണോ? അവരുടെയല്ല. നിങ്ങളത് ചിന്തിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെയും കൂടെയാണ്. മാനവരാശിക്ക് വേണ്ടിയാണ് യേശു വന്നിരിക്കുന്നത്, ഒരാൾക്ക് വേണ്ടിയിട്ടല്ല. അപ്പോൾ ആ യേശുവിന്റെ നാമത്തിൽ നിൽപ്പാനും ആ നാമത്തിൽ നാം എല്ലാവരും ഇന്നിപ്പം അതായത് പലരും നിന്ദിച്ചു പറയും, ദുഷിച്ചു പറയുകയും ചെയ്യുന്നത് കൊണ്ടാണ് കർത്താവിന്റെ വരവിന്റെ താമസമായി നിൽക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇങ്ങനൊരു കാര്യം പറയുവാനും ഇങ്ങനൊരു സാക്ഷിയായി നിൽപ്പാനും വലിയവനായ ദൈവം ഒരുക്കി തന്നു. ആ ഒരുക്കി തന്നതും ഇത് ദേശത്തോടും രാജ്യങ്ങളോടും ജനത്തോട് അവരുടെ ഏത് ഭാരങ്ങളിൽ കൂടെ കടന്നു പോകുന്നു, രോഗത്തിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ ഈ രോഗം എന്നെ വിട്ടു മാറത്തില്ല, ഇതും കൊണ്ട് ഞാൻ അങ്ങ് തീരുകയുള്ളു എന്ന് ചിന്തിക്കും. ഞങ്ങളെ കുറിച്ചും ഞങ്ങളുടെ കുട്ടനെ കുറിച്ചും ഒക്കെ ആൾക്കാർ ഇവിടെ കൊണ്ട് തീരത്തേ ഉള്ളൂ. ഇല്ലില്ല, അവിടെ കൊണ്ട് തീരുകയല്ലായിരുന്നു. അവിടെ നമ്മൾ ചിന്തിക്കണം, ഇവിടം കൊണ്ട് യേശു സ്റ്റാർട്ട് ചെയ്യാൻ പോവാ, യേശു ചില തുടങ്ങാൻ പോവാ, ഇവിടെ കൊണ്ട് തുടങ്ങാൻ പോവാ. അവിടെ കൊണ്ട് യേശു തുടങ്ങുമ്പോഴാണ് നമ്മുടെ അനുഗ്രഹവും നമ്മുടെ യേശുവിനുള്ള വിടുതലും നമ്മുടെ മേൽ വ്യാപരിക്കുന്നത്. ആ വ്യാപരിക്കുന്ന ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ ശക്തി അത് നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന രോഗമായിക്കൊള്ളട്ടെ, തീരാരോഗത്തിൽ തീരാവ്യാധിയിൽ ആരെങ്കിലും അനുഭവിക്കുന്നെങ്കിൽ അവരുടെ ശരീരത്തിലേക്ക് ഇന്ന് ഈ പറയുന്ന ശബ്ദവാക്കുകൾക്കകത്ത് ദൈവത്തിന്റെ സ്ഥാനത്തെയുണ്ട്, യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയുണ്ട്. അത് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഏതൊരു പ്രതിസന്ധിയാണേലും അതിൽ നിന്നും നിങ്ങളെ നിങ്ങളെ ഉറപ്പിക്കുവാനും വിടുതൽ തരുവാനും ശക്തീകരിക്കുവാനും ഏതിനും ഒരു കാലഘട്ടമുണ്ട്, ഏതിനും ഒരു സമയമുണ്ട്. ആ സമയം, ഇന്നത്തെ ഈ സമയം എന്ന് പറഞ്ഞാൽ ഇത് ദൈവത്തിന്റെ സമയമാണ്. ഇത് പരിശുദ്ധാത്മാവായിട്ട് ഒരുക്കി തന്നിരിക്കുന്ന സമയമാണ്. ഈ സമയത്തിന് മാറ്റമില്ല. ഇത് വിടുതലിന്റെ സമയമാണ്. ഇത് കേൾക്കുന്ന വ്യക്തിയുടെ ഹൃദയങ്ങൾക്കകത്ത് ഏത് വിധത്തിൽ നിങ്ങൾ തകർന്നു പോകുന്നു, ആ തകർച്ചയ്ക്കകത്ത് നിങ്ങൾ തകർന്നു പോകുന്നു നിങ്ങൾ ചിന്തിക്കരുത്. ഇതിനകത്തുനിന്ന് ഉയർത്തുവാൻ തക്കവണ്ണം ആദ്യം അവന്റെ രാജ്യവും യേശുവിനെ അറിയുക, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക, ജലത്തിൽ സ്നാനപ്പെടുക. അത് യേശുവിന് വേണ്ടി എന്നെ വിട്ടുകൊടുത്ത് ഏത് കഷ്ടങ്ങൾ വന്നാലും യേശുവിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ മാറ്റാൻ ലോകത്തിന്റെ യാതൊരു അദൃശ്യ ശക്തിക്കും കഴിയത്തില്ലെന്നുള്ള ദൈവത്തിലെ തീരുമാനമാണ് എന്നെയും നിന്നെയും ഉറപ്പിക്കുന്നത്. ഇത് കേൾക്കുന്നുവെങ്കിൽ, ഇത് ശ്രമിക്കുന്നുവെങ്കിൽ അതിനകത്ത് ചിന്തിക്കുക, എന്റെ വിഷയത്തിന് പരിഹാരം യേശു എനിക്ക് പരിഹാരം തരും. ആദ്യം അവരുടെ രാജ്യവും നീതിയും അതോടുകൂടി സകലതും നമുക്ക് നൽകിത്തരാൻ ശക്തനായ ഒരു ദൈവത്തിന്റെ കാര്യം നമ്മോട് കൂടെയുണ്ട്. ഇന്ന് ഈ കേൾക്കുന്ന ശബ്ദം ഇത് ഇത് പറയുന്നത് എന്റെ വീട്ടിൽ എന്റെ അപ്പം പാർഷായിട്ടല്ലായിരുന്നു. അതിന് എതിര് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ എതിര് പറയുന്ന വ്യക്തിയായിരുന്നെങ്കിലും അദ്ദേഹവും എന്നോടൊപ്പം സ്നാനപ്പെടാൻ വേണ്ടി ഇടയാക്കിയ മനുഷ്യനാണ്. ഞാൻ ഈ പറഞ്ഞ് എതിരാളികളെ പലരെയും കൊലയാളികളെ പലരെയും ദൈവമക്കളെ ദൈവപുരുഷനാക്കി മാറ്റുന്ന ശക്തിയാണ് ഈ ക്രൂശിലെ രക്തത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ വചനവും. ആ വചനത്തിന് പറ്റും ഒരു വ്യക്തിയെ മാറ്റി മറിച്ച് നല്ലൊരു ദൈവത്തിന്റെ തേജസ്സോടെ നിൽപ്പാൻ. നമ്മുടെ പല സാക്ഷ്യങ്ങളും കേൾക്കുന്നു, പല അഭിഷേകരെയും കാണുന്നു, അവരുടെ സാക്ഷ്യം ശുശ്രൂഷ ചെയ്യുന്നു, ശുശ്രൂഷക്കിടയിൽ അവരുടെ സാക്ഷ്യം കൂടെ പറയുമ്പോഴത്തേക്കാണ് നമ്മൾ അറിയുന്നത്. ആൾ നിന്ന് പ്രസംഗിക്കുന്നു, അല്പം കഴിയുമ്പോഴത്തേക്ക് പറയുന്നത് ഞാൻ ഇന്നയാളായിരുന്നു. അന്നോർത്തും വൈദ്യം ഏത് വിധേനയും ഏത് തലത്തിലും നിൽക്കുന്ന വ്യക്തികളെ മാറ്റിയെടുക്കുന്നത് യേശുവിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അതിനായിട്ട് പ്രത്യേകിച്ച് ഈ കർത്താവിന്റെ ഈ ശ്രേഷ്ഠദാസനൊക്കെ ഈ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നെന്ന് പറഞ്ഞാൽ അറിയപ്പെടാതെ കിടന്നവരാണ്. ആർക്കും അറിയത്തില്ല. മല്ലപ്പള്ളിയുടെ പത്തനംതിട്ട ജില്ലയുടെ മല്ലപ്പള്ളി താലൂക്കിന്റെ ആനിക്കാട് പഞ്ചായത്തിന്റെ ഒരു ഓണംകേറ മൂല, അതിലെ ഒരു ബസ് പോലും ഇല്ല. ഇപ്പോൾ അതിലെ 1-2 ബസ്സൊക്കെ ഓടുന്നുണ്ട്. അതിലെ ഒരു ബസ് പോലും ഇല്ല. ആരും അറിയത്തില്ല. ഓരോരുത്തർ പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് പറയാം, പാസ്റ്റർ ഇവിടെ വരാൻ വലിയ പാടാ, പാസ്റ്റർ ഒരു കാര്യം ചെയ്യും, ആ കോട്ടയം ജില്ലയിൽ കറിച്ചാലിലോ അല്ലെ ചങ്ങനാശ്ശേരിയിലോ അല്ലെ കോട്ടയത്തോ അല്ലെ മല്ലപ്പള്ളിയിലോട്ടോ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ തുടങ്ങും. ഞങ്ങൾക്കൊക്കെ വന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ വന്നാൽ നമുക്ക് വിടുതൽ പോകും. പക്ഷെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ പറയുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്നത് ഇതേ ഉള്ളൂ,
സത്യത്തിൽ അങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്ന് ദൈവം ഓരോരുത്തരെ എഴുന്നേൽപ്പിക്കുന്നത്. വണ്ടി പോകാത്ത സ്ഥലം, നടന്നു പോകാൻ ബുദ്ധിമുട്ട്, ഒരു വണ്ടി വന്നാൽ ഒരു വണ്ടിയും കൊണ്ട് വരികയാണെങ്കിൽ ആ വണ്ടി ഇട്ടേച്ച് കീഴ് വരെ വണ്ടി ഇട്ടേച്ച് പോകുന്നത് വെച്ചാൽ ആരും എടുത്തോണ്ട് പോകത്തില്ല, വഴി അതുപോലെ മോശമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്നാണ് ദൈവത്തിന്റെ ആത്മാവ് ഞാനും ഈ ഒരു ജീവിയിൽ ഈ ദാനിയേൽ വർഷം മുൻപിൽ നിൽക്കുന്നതും ദേശത്തിന്റെ മുമ്പിൽ ലോകത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് കാരണം എന്തെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ, യേശുവിന്റെ കരം ഇടപെട്ട് അറിയപ്പെടാത്തവരെ ദൈവത്തിന്റെ വചനം അറിയപ്പെടുന്നവരാക്കി മാറ്റും. എങ്ങും ആരിലും അറിയപ്പെടാത്തവരെ അറിയപ്പെടുന്നവരാക്കി മാറ്റുന്നത് യേശുവിന്റെ വചനമാണ്. ആ വചനത്തിന്റെ നിവർത്തിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഞാനും എനിക്കും കർത്താവിന്റെ അഭിഷേകത്തിന്റെ മുമ്പിലും ദൈവജനത്തിന്റെ മുമ്പിലും ഇന്ന് ഈ സാക്ഷിയായി നിൽപ്പാൻ ദൈവം ഒരുക്കി തന്ന നല്ല സമയത്തിനായി ഞാൻ ഒത്തിരി സ്തോത്രം ചെയ്യുന്നു. ദൈവം ഒത്തിരി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഹല്ലേലൂയ, സാക്ഷിയുടെ ചില കാര്യങ്ങൾ വിട്ടുപോകാൻ ഓർമ്മയിൽ നിരവധി കാര്യങ്ങൾ സംസാരിച്ചു. പരിശുദ്ധാത്മാവ് എല്ലാം സഹായിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് അരുമ ടിവിയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ദാനിയേൽ ജോൺ പാസ്റ്റർ, തന്റെ ഫാമിലി, അതോടൊപ്പം തന്നെ തന്റെ വിശുദ്ധന്റെ പ്രവർത്തന മേഖലകൾ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ എനിക്ക് സമയത്തെ ഇങ്ങനെ സമയത്തെ ഒരുക്കി തന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പ്രിയ അനീഷ് പാസ്റ്ററാണ് മുഖാന്തരം തന്റെ ദാസനെയും തന്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ടിവിയോടുള്ള ബന്ധത്തിൽ, അനീഷ് പാസ്റ്ററോടുള്ള പാസ്റ്ററോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്ന എല്ലാ ആൾക്കാരെയും, ഇതിനെനിക്ക് മുമ്പ് സാക്ഷി പറഞ്ഞവരെ, ഇനി സാക്ഷി പറയാൻ ഉള്ളവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് എല്ലായിടത്തും അറിയപ്പെടട്ടെ. ഈ ആവശ്യത്തിൽ ഒരുക്കുന്ന ഈ ദർശനത്തിൽ ദൈവത്താൽ ഭയങ്കരമായ ദൈവപ്രവർത്തനം നടക്കുമാറാകട്ടെ. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവാണ്. നമുക്ക് നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. മഹാപരിശുദ്ധനും നിത്യനുമായ സ്വർഗീയ നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. അതിന്റെ ഘടകമായി നിന്നും ആൾക്കാർ ഇതിലേക്ക് ജോയിൻ ചെയ്ത് ഇങ്ങനെ ഒരു സാക്ഷ്യത്തിന് ഒരുക്കുന്ന പ്രിയ പാസ്റ്റർ ദാനിയേൽ ജോൺ പാസ്റ്ററെ, തന്റെ ഫാമിലിയും അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. ആവശ്യത്തിന്റെ പ്രവർത്തന മേഖലയെല്ലാം അനുഗ്രഹിക്കണമേ. എനിക്ക് മുമ്പിൽ അനവധി ദൈവത്തിന്റെ ദാസിദാസന്മാർ, സഹോദരിമാർ, സഹോദരന്മാർ സാക്ഷിയായി തീർന്നല്ലോ. അവരെയൊക്കെ അവരുടെ കുടുംബത്തെയൊക്കെ അനുഗ്രഹിക്കണമേ. ഇനി ഞങ്ങൾക്ക് മുമ്പിൽ വരാനുള്ളവരെ ഞങ്ങൾ വിശ്വസിക്കുന്നു അനവധി ആൾക്കാർ ഇത് മുഖാന്തരം, ഈ ടിവി മുഖാന്തരം അറിയപ്പെടുന്നവരാക്കി മാറ്റും. എല്ലാ ഇടങ്ങളിലും ഇതിന്റെ ഈ ആവശ്യത്തിന്റെ ദർശനം എല്ലായിടത്തും കടന്നു ചെല്ലുമാറാകട്ടെ. ഇതിന്റെ പ്രവർത്തന മേഖലയിൽ നിൽക്കുന്ന എല്ലാവരെയും, വലിയവരെയും ചെറിയവരെയും ദൈവമടന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം മാനിക്കണം. അടിയനെ ദൈവനാമത്തിൽ സമർപ്പിക്കുന്നു, യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവ് ദാസൻ പാസ്റ്റർ രാജൻ ശാമുവേൽ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സമയം ചിലവഴിച്ച ദൈവഭൃത്തിനോടും കുടുംബാംഗങ്ങളോടതായ വിശേഷാൽ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സൗഖ്യാരോഗ്യ ദീർഘായുസ്സും തരട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ, ഏറെ ആത്മാക്കളെ നിത്യതയ്ക്കായി ഒരുക്കിയെടുക്കുവാൻ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഈ തരുണത്തിൽ ഓർപ്പിക്കുന്നു. ദേവദാസൻ കടന്നുപോയ ആ ജീവിതപാതകളെക്കുറിച്ച് കേട്ടപ്പോൾ വളരെ ഏറെ സങ്കടം തോന്നുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ടായി. സ്നേഹിക്കേണ്ടുന്ന മാതൃത്വം അത് വേണ്ടതുപോലെ ലഭിക്കാതെ പോയ ആ ഒരു ബാല്യവും, അതായത് പിതാവിൻ്റെ അതിക്രൂരമായ ആ ഇടപെടലുകൾ നിമിത്തം മാതാവിന് ഉണ്ടായ മാനസിക ബുദ്ധിമുട്ടുകളും അതിനോടനുബന്ധിച്ചുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ വിവരിക്കുകയുണ്ടായി. എത്രയോ ദയനീയമായ അനുഭവങ്ങൾ ആ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്ക് ആ മാതാപിതാക്കന്മാർ മുഖാന്തരം നേരിടുവാൻ ഇടയായി തീർന്നു. സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കേണ്ടുന്ന കുടുംബങ്ങളെയൊക്കെ ശത്രുവായ സാത്താൻ പ്രവേശിച്ച് അവരുടെ ആത്മീയവും മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ എല്ലാ തലങ്ങളെയും തച്ചുടച്ച് തകർത്ത് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കഴിയാതെ വണ്ണം അവരെ ഇല്ലായ്മ ചെയ്ത എത്രയോ കുടുംബങ്ങൾ ഇതുപോലെ ഇന്ന് ഭൂമിയിൽ ഉണ്ട്. എന്നാൽ ദൈവദാസനെ കർത്താവ് മുന്നമേ കണ്ടു, തിരഞ്ഞെടുത്തു. പിന്നത്തേതിൽ ആ പിതാവിനും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. മാതാവ്
തന്നെ വളരെയേറെ കഷ്ടതകളിലൂടെ കടന്നുപോയി. തനിക്ക് അങ്ങനെയുള്ള പ്രയാസങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിരുന്ന ആളല്ല. എന്നാൽ സമ്മർദ്ദത്തിൻ്റെ സാഹചര്യങ്ങൾ നിമിത്തം തൻ്റെ മനസ്സ് തകർന്നുപോയി, തൻ്റെ നിയന്ത്രണം വിട്ടുപോയി, താനൊരു മാനസിക രോഗിയായി മാറി. നാട്ടുകാർക്കും വീട്ടുകാർക്കും മക്കൾക്കും പ്രിയപ്പെട്ടവർക്കും എല്ലാം വലിയൊരു ഭാരമായി മാറത്തക്ക രീതിയിൽ തൻ്റെ ജീവിതം കടന്നു പോകുവാൻ ഇടയായി തീർന്നു. എങ്കിലും ആ കുടുംബത്തിൽ കർത്താവിൻ്റെ ദയ ദീർഘമാക്കി എന്ന് കാണുവാൻ കഴിഞ്ഞു. അതെ, ഇന്ന് അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ, ഈ അനുഭവങ്ങളൊക്കെ അതിന് മുഖാന്തരമായി തീർന്നു എന്ന് മാത്രമേ പറയുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. ദൈവദാസന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, അനേകർക്ക് ആശ്വാസമായിരിക്കുവാൻ ദൈവം ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. പിന്നെയും സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നുവെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഉള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന എത്രയോ പ്രിയപ്പെട്ടവർ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം വിസ്മരിക്കുന്നില്ല. എന്നാൽ അങ്ങനെയുള്ള കുടുംബങ്ങളെ തകർത്ത് കളയുന്നത് അത് പിശാചാണ്. മദ്യം, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കൾ, അതുപോലെ പൈശാചിക പീഡന നിമിത്തം പലരുടെയും കുടുംബജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കന്മാർ തമ്മിലുള്ള ബന്ധം, മക്കളും അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ശത്രുവായ സാത്താനാണ്. എന്നാൽ ദൈവത്തിന് അവരെ അതിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയും. എങ്ങനെ? അവരുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനത്താൽ തന്നെ. ദൈവത്തിൻ്റെ വചനം ഏതെങ്കിലും വിധത്തിൽ ആ കുടുംബങ്ങളിൽ വിതയ്ക്കപ്പെടുകയോ അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാനും പ്രാർത്ഥിക്കുവാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കുടുംബം ആ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം ആമേൻ ഇടയായിത്തീരും. അതുകൊണ്ട് നല്ല സ്നേഹിതരായ എൻ്റെ ശ്രോതാക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ സമീപേ നിങ്ങൾ ഈ സാക്ഷ്യം കേട്ടതിന് ശേഷം ഇതുപോലെയുള്ള വിഷയങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ കുടുംബത്തിൽ ആരോടെങ്കിലുമൊക്കെ സുവിശേഷം പറയണം. അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കണം. നിങ്ങൾ മുഖാന്തരം ആ വ്യക്തി, ആ കുടുംബം ഒരുപക്ഷെങ്കിൽ രക്ഷപ്പെടുവാൻ, യേശുവിനെ കണ്ടുമുട്ടുവാൻ, നിത്യജീവനായി ഒരുക്കപ്പെടുവാൻ മുഖാന്തരമായി തീരും. ദയവായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ വിവരം അറിയിക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് വിശേഷാൽ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും അതിൽ പങ്കാളികളാകാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com